റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്താവായ അല്ലാഹുവിന്റെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്തുതിച്ച് പറയുന്നു. അങ്ങനെ മുഹമ്മദ് ഈ രണ്ട് പേര് സ്തുതിയുമായി ബന്ധപ്പെട്ട പേരാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ ഹമ്മാദുകൾ എന്നൊരു പേര് ധാരാളം സ്തുതിക്കുന്നവർ, ഹമ്മാദുകൾ എന്നൊരു പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്തുതിയുടെ പതാക എന്ന് പറയുന്ന ലിവാഉൽ ഹംദ് എന്ന ഒരു പതാക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ അസാ യതഅഫക റബ്ബുക മഖാമൻ മഹ്മൂദ, സ്തുതിക്കപ്പെടുന്ന സ്ഥാനത്ത് അല്ലാഹു തആല അവരോധിക്കും, നിയോഗിക്കും എന്ന് പറഞ്ഞു. ആകയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സ്തുതി പുകഴ്ത്തി പറയണം. അത് നബി തങ്ങളുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ലിവാഉൽ ഹംദിന്റെ പതാകവാഹകൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്തുതിക്കപ്പെടുന്ന സ്ഥാനത്ത് നിയോഗിക്കപ്പെടുന്നവർ എന്ന് പറഞ്ഞാലോ യഹ്മദുൽ അവ്വലൂന വൽ ആഖിറൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ, നല്ലതേ ചെയ്തിട്ടുള്ളൂ, നല്ലതേ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുള്ളൂ, നല്ലതേ പറയാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ജനങ്ങളോട് നിങ്ങൾ നല്ലത് പറയണം. മുസ്ലിമീങ്ങളോട് എന്നല്ല പറഞ്ഞത്, സുന്നികളോട് എന്നല്ല പറഞ്ഞത്, മനുഷ്യന്മാരോട് നല്ലത് പറയണം. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഖുർതുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. സുന്നിയാകട്ടെ സുന്നിയല്ലാത്തവനാകട്ടെ, മുസ്ലിമാകട്ടെ മുസ്ലിമല്ലാത്തവനാകട്ടെ, ബർറാകട്ടെ ഫാജിറാകട്ടെ, നല്ലവനാകട്ടെ മോശക്കാരനാകട്ടെ, എല്ലാ മനുഷ്യരോട് നല്ലതേ പറയാവൂ എന്നാണ് ഖുർആനിന്റെ നിർദ്ദേശം. മറ്റുള്ളവർ സന്മാർഗത്തിലേക്ക് വരാൻ, മറ്റുള്ളവരുടെ മനസ്സ് നന്നാകാൻ, മറ്റുള്ളവരുടെ നാവ് നന്നാകാൻ, മറ്റുള്ളവരുടെ സ്വഭാവം സംസ്കരിക്കപ്പെടാൻ, മറ്റുള്ളവരെല്ലാം നന്നാകാൻ ഉതകുന്ന വാചകങ്ങളെ പറയാവൂ. വാശി കൂട്ടുന്നതോ വൈരാഗ്യം സൃഷ്ടിക്കുന്നതോ പ്രകോപനമുണ്ടാക്കുന്നതോ ആയ വാചകങ്ങൾ പറയരുത്. ഏറ്റവും നല്ല വാചകം ജനങ്ങളോട് പറയണം എന്ന് ഖുർആൻ ഓതി പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുന്ന ഒരു മുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരുടെയും ജിന്നുകളുടെയും നേതാവാണ്. സൂറത്തുൽ ജിന്ന് എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകൾക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കുകയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് വിശ്വസിക്കുകയും ഒക്കെ ചെയ്ത സംഭവം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. എല്ലാവരും ഇങ്ങോട്ട് ഭംഗി മന്ത്രിച്ചോടും കണ്ണ് തിരിച്ചു പിടിച്ചാൽ പിന്നെ എന്താ കാര്യം? സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളുടെയും നേതാവാണ്. മിൻ ഉർബിൻ വമിൻ അജമി, അറബികളുടെയും അനർബികളുടെയും നേതാവാണ്. ജിന്നുകളുടെയും മനുഷ്യരുടെയും നേതാവാണ്. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നേതാവാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുനൽ ആമിറുൻ നാഹി ഫലാ അഹദു അബറ ഫീ ഖൗലിനാ മിൻഹു വലാ നഅമീ
അവിടുന്ന് നബിയും റസൂലുമാണ്. അതാണ് നബിയുനൽ ആമിറുൻ നാഹി. നബി ആകുന്ന വ്യക്തി, അതേ ആ നബിക്ക് മറ്റുള്ളവരോട് കൽപ്പിക്കാനും വിരോധിക്കാനുമുള്ള തബ്ലീഗ് ചെയ്യാനുള്ള അധികാരവും അവകാശവും കൊടുക്കുമ്പോഴാണല്ലോ നബി റസൂലും കൂടിയാകുന്നത്. അതുകൊണ്ടാണ് ഇമാം ബുസ്രി നബിയുനൽ ആമിറുൻ നാഹി ഫലാ അഹദു, നബിയും റസൂലുമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തേക്ക് അല്ലാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്നു എന്ന് മാത്രമല്ല, കൽപ്പിക്കേണ്ടതെല്ലാം കൽപ്പിക്കുന്ന നേതാവാണ്, വിരോധിക്കേണ്ടതെല്ലാം വിരോധിക്കുന്ന നേതാവാണ്. അവിടുന്ന് പറഞ്ഞ ഒരു വിഷയത്തിലും ഒരു ദോഷവും കാണാൻ സാധ്യമല്ല. അവിടുത്തേക്കാൾ കൽപ്പനയിലോ വിരോധത്തിലോ അവിടുത്തേക്കാൾ സത്യം പറഞ്ഞ ഒരു വ്യക്തിയുമില്ല. അവിടുന്ന് ജീവിതത്തിൽ സത്യമല്ലാതെ പറഞ്ഞിട്ടില്ല. അവിടുന്ന് എപ്പോഴെങ്കിലും വല്ല കളവ് പറയുമെന്ന് ഒരു എതിരാളികൾക്ക് പോലും തോന്നിയിട്ടുമില്ല. ഒരു പിഴവും അവിടുത്തേക്ക് സംഭവിച്ചിട്ടുമില്ല. വന്നജ്മി ഇദാ ഹവാ മാ ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ വിളിച്ചത് എങ്ങോട്ടാണ്? ദആ ഇലല്ലാഹി ഫൽ മുസ്തംസികൂന ബി മുസ്തംസികൂന ബി ഹബീബിൻ ഗൈരി മുൻഫസിമി. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചത് അല്ലാഹുവിലേക്കാണ്. ആ അല്ലാഹുവിന്റെ ഹബീബാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം ബുസ്രി തങ്ങൾ അത് പറയുന്നതിന് മുമ്പ് അതുകൊണ്ടാണ് ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹബീ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതാണ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. നബി തങ്ങൾ അല്ലാഹുവിന്റെ ഖലീലുമാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതാ ഇന്ന സാഹിബക്കും ഇത്തഖദഹു അല്ലാഹു ഖലീല ഔ കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ഖലീലാക്കിയിട്ടുണ്ട് എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഖലീലാണ്. ഖലീൽ എന്ന പേര് സാധാരണ പറഞ്ഞു വരാറുള്ളതും അതേ പ്രത്യേകമാക്കപ്പെട്ടതും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ടാണെങ്കിലും നബിതങ്ങളും ഖലീൽ തന്നെയാണ്. ഖലീലും ഹബീബും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഖലീൽ അല്ലാഹുവിന്റെ ഖലീലാണ് ഇബ്രാഹിം നബി എന്ന് പറയാം. പക്ഷേ ഇബ്രാഹിം നബിയുടെ ഖലീലാണ് അല്ലാഹു എന്ന് പറയാൻ പറ്റൂല. കാരണം ഖലീൽ എന്നതിന് രണ്ടർത്ഥമുണ്ട്. സ്നേഹിക്കപ്പെടുന്ന വ്യക്തി എന്ന അർത്ഥത്തിന്റെ പുറമെ ആവശ്യമുള്ള വ്യക്തി എന്നൊരർത്ഥവും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഇബ്രാഹിം നബിയിലേക്ക് ആവശ്യമുള്ള ആൾ എന്നർത്ഥം സൂചന വരുന്നതിനാൽ, അങ്ങനെ ഒരു ധാരണ വരുന്നതിനാൽ അല്ലാഹുവിന്റെ ഖലീലാണ് ഇബ്രാഹിം നബി എന്നല്ലാതെ ഇബ്രാഹിം നബിയുടെ ഖലീലാണ് അല്ലാഹു എന്ന് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ ഹബീബാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം. അതുപോലെ അല്ലാഹുവിന്റെ ഹബീബാണ് മുഹമ്മദ് നബിയുടെ ഹബീബാണ് അല്ലാഹു എന്നും പറയാം. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി, ഹബീബും ഖലീലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഖലീൽ എന്ന് പറയുന്നത് അതേ വലിയ സ്നേഹമുള്ള ആള് തന്നെയാണെങ്കിലും ഹബീബിന്റെ സ്ഥാനം എത്തുന്നില്ല. ഹബീബാകുമ്പോൾ ഡയറക്റ്റ് ഇടപെടാൻ അല്ലാഹു തആല അധികാരം കൊടുക്കുന്ന, ഡയറക്റ്റ് ഇടപെടാൻ ധൈര്യം വരുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണല്ലോ പടച്ച റബ്ബിന്റെ കോടതിയിൽ അതേ എല്ലാ മനുഷ്യരും ഹാജരാക്കപ്പെടുന്ന സമയം യൗമ യഖൂമു റൂഹു വൽ മലായികതു സഫാ, എല്ലാ
മനുഷ്യരും മാത്രമല്ല എല്ലാ മലക്കുകളും ഹാജരായി പോയി, എല്ലാ ജിന്നുകളും ഹാജരായി പോയി, എല്ലാ സൃഷ്ടികളും ഹാജരായി പോയി. അവിടെ അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കം നിൽക്കുകയാണ്. ലാ യതകല്ലമൂൻ, ഒരു മലക്കിലും ഒരു ജിബ്രീലിനും സംസാരിക്കാൻ ധൈര്യമില്ല. വല്ലാത്തൊരു രംഗമാണ്. ആ രംഗം വരുമ്പോൾ ഒരു വിഭാഗം ചെരിപ്പടിക്കാല് വരെ വിയർപ്പിൽ മുങ്ങിയവരുണ്ട്, വേറൊരു വിഭാഗം മുട്ടുവരെ വിയർപ്പിൽ മുങ്ങിയവരുണ്ട്, വേറൊരു വിഭാഗം കഴുത്തുവരെയും അരവരെയും ഒക്കെ വിയർപ്പിൽ മുങ്ങിയവരുണ്ട്. ആർക്കും ഇടപെട്ട് സംസാരിക്കാൻ ധൈര്യമില്ല. എല്ലാവർക്കും സഹായം ആവശ്യമുണ്ട്, റെക്കമെൻഡ് ആവശ്യമുണ്ട്. സാധാരണ നിലക്ക് റെക്കമെൻഡ് ചെയ്യുന്ന എത്രയോ അമ്പിയാക്കൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ മലക്കുകളുണ്ട്, സുഹദാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്. റെക്കമെൻഡ് എല്ലാവർക്കും ഉണ്ടല്ലോ. നമ്മളൊരു മയ്യിത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ മയ്യത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അതാണല്ലോ മയ്യിത്ത് നിസ്കാരം. മരിച്ച മയ്യത്തിന്റെ പേരിൽ മയ്യിത്ത് നിസ്കാരത്തിന് നിയ്യത്തിലും മയ്യത്തിന്റെ പേരിലാണ് തുടക്കം മുതൽ അവസാനം വരെ. അപ്പൊ ആദ്യത്തെ ദിക്ർ തന്നെ അല്ലാഹു അക്ബർ എന്ന ദിക്ർ മയ്യത്തിന്റെ പേരിലാണ്. അതിന്റെ ശേഷം ഖുർആൻ എന്ന സൂറത്തുൽ ഫാത്തിഹ എന്ന മയ്യത്തിന്റെ പേരിൽ തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചൊല്ലുന്ന ദിക്റും മയ്യത്തിന്റെ പേരിലാണ്. അതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ചൊല്ലുന്ന സ്വലാത്തും മയ്യത്തിന്റെ പേരിലാണ്. അതിന്റെ ശേഷം വീണ്ടും അല്ലാഹു അക്ബർ എന്ന ദിക്ർ മയ്യത്തിന്റെ പേരിലാണ്. അത് കഴിഞ്ഞിട്ട് മയ്യത്തിന് വേണ്ടിയുള്ള ദുആ നടത്തുന്നു, അതും മയ്യത്തിന്റെ പേരിലാണ്. ശേഷമുള്ള ദിക്റും മയ്യത്തിന്റെ പേരിലാണ്. ശേഷം എല്ലാവർക്കും സലാം പറയുന്നതടക്കം എല്ലാം മയ്യത്തിന്റെ പേരിലാണ്. ആദ്യം മുതൽ അവസാനം വരെ ഈ നിസ്കാരം മയ്യത്തിന്റെ പേരിലാണ്. അപ്പൊ മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതുകയും സ്വലാത്ത് ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ദിക്ർ ചൊല്ലുകയും ചെയ്യുന്ന അതിമഹത്തായ ഒരു കർമ്മമാണല്ലോ മയ്യത്ത് നിസ്കാരം. ആ മയ്യത്ത് നിസ്കാരം ശഫാഅത്താണ്, റെക്കമെൻഡാണ്, മയ്യത്തിന് വേണ്ടിയുള്ള റെക്കമെൻഡാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 ആളുകൾ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചാൽ ഇല്ലാ ശുഫിഉ ഫീ, മയ്യത്തിന് അവരുടെ റെക്കമെൻഡ് സ്വീകരിക്കപ്പെടുമെന്ന് പറഞ്ഞത്. അതുപോലെ 3 സഫുകൾ നിസ്കരിച്ചാലും അല്ലാഹു തആല റെക്കമെൻഡ് സ്വീകരിക്കുമെന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ടാണ് മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ 3 സഫാക്കി നിൽക്കാൻ വേണ്ടി പറയുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമല്ലല്ലോ റെക്കമെൻഡ് ചെയ്യുന്നവർ, എല്ലാ മുഅ്മിനീകളും ശഫാഅത്ത് ചെയ്യുന്നവരാണ്. മലക്കുകളെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, യസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരുടെ ദോഷം കൊടുക്കാൻ വേണ്ടി പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യുന്നവരാണ് മലക്കുകൾ. ഇതുപോലെ ഔലിയാക്കളും അമ്പിയാക്കളും ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നവരാണ്. കാരണം അവരുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന പോലെയല്ല. മലക്കുകളുടെ പ്രാർത്ഥന അവർ തെറ്റുകൾ വരാത്തവരാണ്, മഅസൂമികളാണ്. അവരുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരമാണ്. ഔലിയാക്കൾ സാലിഹീങ്ങളോ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വയസ്തജീബുല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, ഈമാനും സൽക്കർമ്മവും ഉള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. എല്ലാവരുടെ പ്രാർത്ഥനയും ഒരുപോലെയല്ല. ഈമാനും സൽക്കർമ്മവും ഉള്ളവരുടെ ദുആക്ക് പ്രത്യേകം ഇജാബത്താണ്. അത് തന്നെയാണല്ലോ ഖുദ്സിയായ ഹദീസിലും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലും അല്ലാഹു പറഞ്ഞത്, വഇൻ സഅലനി ലഉതിയന്നഹു വഇൻ ഇസ്തആദനി ലഉഈദന്നഹു, എന്നോട് അതാ ഞാൻ സ്നേഹിക്കുന്ന ആളുകൾ ചോദിച്ചാൽ ഞാൻ ഉത്തരം നൽകും, ഞാൻ സ്നേഹിക്കുന്നവർ അഭയം ചോദിച്ചാൽ ഞാൻ അഭയം നൽകുക തന്നെ ചെയ്യും. അല്ലാഹു തആല സ്നേഹിക്കുന്നത് ആരെയാണ്? അതാ ഹദീസിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഫർളുകളെല്ലാം എടുക്കുന്നതിന്റെ പുറമേ, ഹറാമുകളെല്ലാം കൈയൊഴിക്കുന്നതിന്റെ പുറമേ, എല്ലാ നിലക്കും സുന്നത്തുകൾ കഴിവിന്റെ പരമാവധി സുന്നത്തുകൾ എടുത്ത് ജീവിക്കുന്ന മഹാന്മാർ, അവരെ അല്ലാഹു തആല പറഞ്ഞു, ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ സ്നേഹിക്കും. സ്നേഹം അങ്ങനെയാണ്, അല്ലാഹുവിന്റെ ഹുബ്ബ് അങ്ങനെയാണ്. അല്ലാഹ് ആദ്യം നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കലാണ്. അതല്ലേ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അല്ലാഹു തആല അവരെ സ്നേഹിക്കുന്നു, അവരങ്ങോട്ടും സ്നേഹിക്കുന്നു. അല്ലാഹു തആല ഒരാളെ സ്നേഹിക്കുമ്പോൾ അതിന്റെ അടയാളം എന്താണ്? അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് നല്ലതേ പറയൂ. അല്ലാഹു തആല ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാൾക്ക് നല്ലതേ തോന്നൂ.
നല്ലത് ചെയ്യാനേ അദ്ദേഹത്തിന് അവസരമുണ്ടാകൂ. തെറ്റായ കാര്യങ്ങളിലേക്കൊന്നും അദ്ദേഹത്തിന്റെ ചിന്ത പോകില്ല. തെറ്റായ കാര്യങ്ങളിലേക്കൊന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനം നടക്കൂല. അദ്ദേഹം ഒരു അക്രമത്തിനും കൂട്ടുനിൽക്കൂല. ഒരു ചീത്ത പറയലിനും അദ്ദേഹം ഭാഗവാക്കാകൂല. ഒരു കളവ് പറയാനും അദ്ദേഹം പോകൂല. ഒരേ ക്ഷണിക്കോ ഭീഷണിക്കോ അദ്ദേഹം പോകൂല. അദ്ദേഹം അതാ നല്ലത് ചെയ്യാനുള്ള തൗഫീഖ്, നല്ലത് പറയാനുള്ള ഭാഗ്യം, നല്ലതുമായി ബന്ധപ്പെടാനുള്ള ഭാഗ്യം, നല്ലവരുമായി സഹവസിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തആല സ്നേഹിക്കുന്നവർക്ക് കിട്ടുന്നതാണത്. അങ്ങനെ യുഹിബ്ബുഹും, അവരെ അല്ലാഹു സ്നേഹിക്കുന്നു. അല്ലാഹു അവരെ സ്നേഹിക്കുമ്പോൾ അവർ നല്ലത് തന്നെ പ്രവർത്തിക്കുന്നവരാകുന്നു. അപ്പോൾ അതാണ് അല്ലാഹു പറഞ്ഞു വയുഹിബ്ബൂനഹു, അവർ അല്ലാഹനെ അങ്ങോട്ടും സ്നേഹിക്കുന്നു. അല്ലാഹനെ അങ്ങോട്ട് സ്നേഹിക്കുന്നവരുടെ സ്വഭാവം എന്താണ്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അല്ലാഹനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ ഫോളോ ചെയ്യണേ, എന്നെ പിന്തുടരണേ. ആ എന്നെ എന്ന് പറഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അത് പറയാൻ അല്ലാഹു തആല ഓർഡർ ചെയ്യുകയാണ്. അപ്പൊ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവർ നബി തങ്ങളെ ഫോളോ ചെയ്ത് ജീവിക്കുന്നു. യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. അല്ലാഹു തആല അവരെ ഇങ്ങോട്ട് സ്നേഹിച്ചപ്പോ അവരുടെ മനസ്സിൽ നല്ലതേ വരുന്നുള്ളൂ, അവരുടെ പ്രവൃത്തിയിൽ നല്ലതേ വരുന്നുള്ളൂ. അപ്പോൾ അവരത് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നു. അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചത്. ഇദാ ഫൈദാ അഹ്ബബ്തുഹു, ഞാൻ ഒരാളെ സ്നേഹിച്ചാൽ, അല്ലാഹു പറയാണ്, ഞാൻ ഒരാളെ സ്നേഹിച്ചാൽ കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തുശു ബിഹാ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ. അതാ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഹദീസിന്റെ ശറഹ് ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, രണ്ട് കാര്യങ്ങളാണ് ഇതിന്റെ വ്യാഖ്യാനം. ഒരു വ്യാഖ്യാനം എന്താണ്? അദ്ദേഹത്തിന്റെ കാത് കൊണ്ട് അല്ലാഹു പൊരുത്തപ്പെടുന്നതേ കേൾക്കുള്ളൂ, അദ്ദേഹത്തിന്റെ കണ്ണുകൊണ്ട് അല്ലാഹു പൊരുത്തപ്പെടുന്നതേ നോക്കുള്ളൂ, അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് അല്ലാഹു പൊരുത്തപ്പെടുന്നതേ ചെയ്യുള്ളൂ, അദ്ദേഹത്തിന്റെ കാലുകൊണ്ട് അല്ലാഹു പൊരുത്തപ്പെടുന്ന സ്ഥലത്തേക്ക് നടന്നു പോവുകയുള്ളൂ. അദ്ദേഹം പൂർണ്ണമായും റബ്ബിനെ അനുസരിക്കുകയാണ്. അതോടുകൂടി തന്നെ അങ്ങനെ ജീവിക്കുന്ന കാരണത്താൽ അദ്ദേഹത്തിന് അല്ലാഹു ജല്ല ജലാലുഹു അദ്ദേഹത്തിന്റെ കണ്ണിന് അസാധാരണമായ കാഴ്ച നൽകുകയാണ്, അദ്ദേഹത്തിന്റെ കാതിന് അസാധാരണമായ കേൾവി നൽകുകയാണ്, അദ്ദേഹത്തിന്റെ കൈക്ക് അല്ലാഹു തആല അസാധാരണമായ കഴിവ് നൽകുകയാണ്, അദ്ദേഹത്തിന്റെ കാലിന് അല്ലാഹു തആല അസാധാരണമായ ശേഷി നൽകുകയാണ്. നിങ്ങൾ കണ്ടില്ലേ സുഹൃത്തുക്കളെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ഒരാൾ കയറി വരുന്നു. വരുന്ന വരവിൽ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിപ്പോയിട്ടുണ്ട്, ഒരു പെണ്ണിനെ നോക്കിപ്പോയിട്ടുണ്ട്. കയറി വരുമ്പോ തന്നെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്നു, കൈഫ ബികും ആസാറു സിനാ ളാഹിറുൻ ഫീ വുജൂഹികും, നിങ്ങളെ മുഖത്ത് വ്യഭിചാരത്തിന്റെ കല കാണുന്നുണ്ടല്ലോ, വ്യഭിചാരത്തിന്റെ അടയാളമുണ്ടല്ലോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അല്ലൈനാനി സിനാഹുമൻ നദറു, രണ്ട് കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം. ദുരുദ്ദേശപരമായി ഒരു പെണ്ണിനെ നോക്കുന്നത് അറിയാതെ കണ്ടുപോയതല്ല, അതേ മനഃപൂർവ്വം ഒരു പെണ്ണിനെ നോക്കുന്നത്, അന്യ പെണ്ണിനെ നോക്കുന്നത് ഇത് വ്യഭിചാരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ നോട്ടം നോക്കിപ്പോയ വ്യക്തി വീട്ടിലേക്ക് വരുമ്പോ അതാ വഴിക്ക് വെച്ച് നടന്ന സംഭവം ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല. ആ തെറ്റിന്റെ കല, ആ തെറ്റിന്റെ കറ മുഖത്ത് കാണുകയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കൈഫ ബികും ആസാറു സിനാ ളാഹിറുൻ ഫീ വുജൂഹികും. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ച് ഖുത്ബ നിർവഹിക്കുകയാണ്, പ്രസംഗം നടത്തുകയാണ്. ആ സമയത്ത് നഹാബന്ദ് എന്ന് പറയുന്ന ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ യുദ്ധം നടത്തുന്ന സാരി റളിയല്ലാഹു അൻഹുവിനെ എതിർക്കാൻ വേണ്ടി ശത്രുക്കൾ പിന്നിലൂടെ വരുന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് മദീനയിൽ നിന്ന് കാണുകയാണ്. വിളിച്ചുകൊണ്ട് ഓർഡർ നൽകുകയാണ്, യാ സാരിയാൽ ജബൽ അൽ ജബൽ, അതാ പർവ്വതം കണക്കിലെടുത്ത് യുദ്ധം ചെയ്യണേ. അവിടെ സാരി റളിയല്ലാഹു അൻഹു അത് കേൾക്കുകയാണ്. അസാധാരണ കേൾവിയാണ്, ഉമർ ഇബ്നുൽ ഖത്താബിന് അസാധാരണമായ കാഴ്ചയാണ്. ഓ സുഹൃത്തുക്കളെ, വയറ്റിലുള്ള കുട്ടി എന്താണെന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്കാൻ ചെയ്ത് നോക്കിയിട്ടല്ല, നേരത്തെ തന്നെ പറയുകയാണ്.
അലി നബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ദാ ഒരു കള്ളനെ കൊണ്ടുവന്ന് ഹാജരാക്കുകയാണ്. അദ്ദേഹം കളവ് നടത്തിപ്പോയി, ഒരു ദുർബല നിമിഷത്തിൽ കളവ് നടത്തിപ്പോയി. കൊണ്ടുവന്ന് ഹാജരാക്കപ്പെട്ട ആ വ്യക്തിയെ വിചാരണ ചെയ്തപ്പോ അദ്ദേഹം സമ്മതിക്കുന്നു, ഞാൻ കളവ് നടത്തിയിട്ടുണ്ട്. ആനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ വലിയ അടുത്ത സുഹൃത്താണ്. പക്ഷേ ഇസ്ലാം നീതിയുടെ മതമാണ്, സത്യത്തിന്റെ മതമാണ്. നബി തങ്ങൾ വിവേചനം പഠിപ്പിച്ചിട്ടില്ല. സുഹൃത്തുക്കൾ എന്ത് തെറ്റിയതാലും അതിന് അംഗീകാരം കൊടുക്കുകയും അല്ലാത്തവർ എന്തെങ്കിലും ചെയ്താൽ അതിനെ പൊക്കിപ്പിടിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഇസ്ലാമിലില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൈ മുറിക്കാൻ ഓർഡർ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കൈ മുറിക്കപ്പെടുന്നു. മുറിച്ച കൈ അതാ മാറ്റി വെക്കുന്നു. അദ്ദേഹം ആ മുറിക്കപ്പെട്ട കൈയുമായി ടൗണിലൂടെ പോവുകയാണ്. സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു കാണുകയാണ്, ഇബ്നുൽ ഖറ കാണുകയാണ്. ആരാ കൈമുറിച്ചതെന്ന് ചോദിക്കുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം പറയുകയാണ്. ഈ കളവ് നടത്തിപ്പോയ മനുഷ്യൻ സൗദുൽ ബത്തൂൽ ഖത്നുർ റസൂൽ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവ്, ഫാത്തിമ ബീവിയുടെ ഭർത്താവ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ജാമാതാവ്, എല്ലാ മഹത്വമുള്ള മഹാന്റെ കൈമുറിച്ചു. സുഹൃത്തുക്കളെ, അദ്ദേഹത്തിനൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലും ഈമാൻ പോയിട്ടില്ല. ഈമാൻ ഇല്ലാതിരിക്കുമ്പോഴാണ് കള്ളം പറയാ. ഈമാൻ ഇല്ലാതിരിക്കുമ്പോഴാണ് ഏത് മഹത്വമുള്ളവരെയും നിന്ദിക്കുക. ഈമാന് കേട് വന്നിട്ടില്ല. അദ്ദേഹം ചെയ്ത തെറ്റിനെ സംബന്ധിച്ച് അദ്ദേഹം ബോധവാനാണ്. ചോദിച്ചു, നിങ്ങൾ എന്തേ അദ്ദേഹത്തിന്റെ മഹത്വം പറയുന്നത്? നിങ്ങളെ കൈമുറിച്ചില്ലേ? കൈമുറിച്ചതിന് അദ്ദേഹം കുറ്റക്കാരനല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഓർഡർ നടപ്പാക്കിയതല്ലേ, അത് അദ്ദേഹത്തിന്റെ കടപ്പാടല്ലേ. തെറ്റ് ചെയ്തത് ഞാനല്ലേ, എന്നെയല്ലേ കുറ്റം പറയേണ്ടത്? അദ്ദേഹത്തിന് എന്തിനു കുറ്റം പറയണം? സുബ്ഹാനല്ലാഹ്. ഇത് കേട്ട് അത്ഭുതപ്പെട്ട സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ മുന്നിൽ വന്നപ്പോ വിവരം പറഞ്ഞു. നിങ്ങളെ ബഹുമാനവും പറഞ്ഞിട്ട് നിങ്ങൾ കൈമുറിച്ച മനുഷ്യൻ പോകുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വീണ്ടും വിളിപ്പിച്ചു. മുറിച്ചു മാറ്റിയ കൈയിന്റെ കഷ്ണം അപ്പുറമുണ്ട്. ആ കൈയിന്റെ കഷ്ണം ഇങ്ങോട്ട് കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ കൈയിനോട് ചേർത്തവിടെ വെച്ചു. ഒരു തുണിയെടുത്ത് ആ കൈയിന്റെ മേലെ ഇട്ടു. ഫഖാല മാഷാ അല്ലാഹ്, എന്തോ ഒരു മന്ത്രമെന്ന് മന്ത്രിച്ചു. തുണി പൊക്കി നോക്കുമ്പോൾ മുറിച്ചത് കാണാനില്ല. സുഹൃത്തുക്കളെ, അല്ലാഹുവിൽ ലയിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞവർ, അവർക്കത് ആ വലിയ പവർ അല്ലാഹു കൊടുക്കുകയാണ്. അവർക്കാണ് സ്റ്റാറ്റസ് ഉള്ളത്, അവർക്കാണ് മഹത്വമുള്ളത്, അവർക്ക് അല്ലാഹു വലിയ സ്ഥാനം കൊടുക്കുകയാണ്. അങ്ങനെയുള്ള മഹാന്മാർ അവർ ചോദിച്ചാൽ അല്ലാഹു പറയുന്നു, ഞാൻ മടക്കൂല. അവരഭയം നേടിയാൽ ഞാൻ അഭയം നൽകുക തന്നെ ചെയ്യും. അത്തരത്തിലുള്ള മഹാന്മാർ അല്ലാഹു അങ്ങോട്ട് സ്നേഹിച്ചു, അവരിങ്ങോട്ട് അല്ലാഹുവിനെയും സ്നേഹിച്ചു. അവർ 100% നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കാൻ സന്നദ്ധമാണ്. അവരാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രതിനിധികൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅഇലല്ലാഹി ഫൽ മുസ്തംസികൂന ബിഹി മുസ്തംസികൂന ബിഹബ് ലിൽ ഗൈരി മുൻഫസിമി. മുറിഞ്ഞു പോകാത്ത കയറ് പിടിക്കുന്നവർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവലംബിച്ചവരാണ്. ആ നബി തങ്ങൾ ക്ഷണിച്ചത് അല്ലാഹുവിലേക്കാണ്. കാരണം നബി തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബാണ്. ഹബീബ് ക്ഷണിച്ചത് ഏറ്റവും സ്നേഹിക്കുന്ന റബ്ബിലേക്കാണ്. നമ്മൾ ഒരു നേതാവിനെ സ്നേഹിക്കുമ്പോ ആ നേതാവിലേക്കല്ലേ ജനങ്ങളെ ക്ഷണിക്കുക. എങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്നതും പെടേണ്ടതും അതേ വല്ലദീന ആമനൂ അസദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനീങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നതും അല്ലാഹുവിനെയാണ്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കാനാണ് അമ്പിയാക്കൾ വന്നത്. അതിന്റെ പൂർത്തീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. ഇന്നാ അർസൽനാക ഷാഹിദൻ മുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇذനിഹി വസിറാജൻ മുനീറാ.
അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനാണ് നബി തങ്ങൾ വന്നത്. കാര്യലാഭത്തിന് വേണ്ടിയല്ല, പ്രതിഫലം ചോദിക്കാൻ വേണ്ടിയല്ല, സ്ഥാനമാനം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. അല്ലാഹു തആല പഠിപ്പിച്ച സ്ഥാനമാനം പഠിപ്പിക്കൽ നിർബന്ധമായതിനാൽ പഠിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനാണ്. ആ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പാക്കിയ ഉത്തരവാദിത്വം അതേ അതിന്റെ അനന്തരക്കാർ നടപ്പാക്കേണ്ടതാണ്. അതിന്റെ അനന്തരക്കാരാരാണ്? അമ്പിയാക്കളുടെ അവകാശികൾ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാരെ കടപ്പാട് എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ എന്തിലേക്ക് ക്ഷണിച്ചു, ആരിലേക്ക് ക്ഷണിച്ചു, അതിലേക്ക് ക്ഷണിക്കലാണ്. അങ്ങനെയുള്ള ഒരു പണ്ഡിതനാണ് ഈ മാസത്തിൽ നമ്മൾ അനുസ്മരിക്കുന്ന മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഭൂമി താലത്തിൽ ഞാൻ ദീനെ നടത്തുവാൻ വേദാമൃതം മൂടെ ആള് ഞാനെന്നോവർ. വേദം നൽകപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതിനിധിയാണ് ഞാൻ. അതേ അല്ലാഹുവിലേക്ക് ക്ഷണിക്കാനാ വന്നത്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയാണ് ആ മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ മുതൽക്ക് അതേ നമ്മൾ ഇപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ താജുൽ ഉലമാത്തുർ റഹ്മാനുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അങ്ങനെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മഹാന്മാർ അവരൊക്കെയും അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വന്നവരാണ്. അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചവരാണ്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ടതൊക്കെ വിശ്വസിക്കണം. അല്ലാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കണം. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കണം എന്ന് വരുമ്പോൾ അല്ലാഹും അവന്റെ ഹബീബും കൽപ്പിച്ചതെല്ലാം ജീവിതത്തിൽ പകർത്തണം. അതുകൊണ്ടാണ് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി എന്ന ആയത്തിന്റെ തൊട്ടടുത്ത ആയത്ത് നിങ്ങൾ കണ്ടില്ലേ? ഖുൽ അത്തിഉല്ലാഹ വറസൂൽ ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. ഓ നബിയെ പറയൂ, അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം. അതേ അവരതിന് തയ്യാറല്ലെങ്കിൽ അവര് നന്ദി കെട്ടവരാണ്, അവിശ്വാസികളാണ്. അവരല്ല നന്നാക്കൂല, അവരല്ല സ്നേഹിക്കൂല. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുസരിച്ച് ജീവിക്കണം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹബി. ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ മറന്നോന്നറിയില്ല. അല്ലാഹുവിന് ധാരാളം മെഹബൂബീങ്ങളുണ്ട്. അല്ലാഹുവിനെ ധാരാളം ആളുകൾ അങ്ങോട്ടും സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യുന്ന മഹാന്മാര് തന്നെ. പക്ഷേ ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാൽ, എല്ലാ പ്രശ്നങ്ങൾക്കും റെക്കമെൻഡ് ചെയ്യാൻ ഒരു ഹബീബേ ഉള്ളൂ. അതാണ് ഏറ്റവും പരിപൂർണമായ ഹബീബ്. പല വിഷയത്തിലും റെക്കമെൻഡിന് ആളുണ്ട്. പക്ഷേ പടച്ച റബ്ബിന്റെ കോടതിയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കം പേടിച്ച് വിറക്കുന്ന രംഗം വരുമ്പോ ഡയറക്റ്റ് ഇടപെടാൻ അതേ ആദം നബി അലൈഹിസ്സലാമിനോട് പറയുമ്പോ ആദം നബിക്ക് ധൈര്യമില്ല, നൂഹ് നബി അലൈഹിസ്സലാമിന് ധൈര്യമില്ല. അല്ലാഹുവിന് വല്ലാതെ അർപ്പിച്ച നേതാവാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. തീക്കുണ്ടാലത്തിലേക്ക് നമ്രൂദ് വലിച്ചെറിയുമ്പോൾ പോലും ഒരൽപ്പവും ശങ്കിക്കാതെ, അല്പവും പതറാതെ വലിയ തെറ്റിവില്ലായി തീയിലേക്ക് അടുത്തോട്ട് പോകാൻ കഴിയാത്തതിനാൽ നമ്രൂദ് വലിയ ഒരു യന്ത്രമുണ്ടാക്കിയിട്ട് ആ യന്ത്രത്തിൽ എഴുതിവിട്ടതാണ് തീക്കുണ്ടാരത്തിലേക്ക്. ആ എഴുതിവിട്ടിട്ട് തീയിലേക്ക് ഇങ്ങനെ പറന്നു പോകുന്ന സമയം, അതേ അമ്പ് പോകുന്നത് പോലെ പോകുന്ന സമയം, ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോ
നിങ്ങളെ കൊള്ള എനിക്കൊരാവശ്യവുമില്ല, ആവശ്യം റബ്ബിലേക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ആളാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് അല്ലാഹുവിനോടൊന്ന് സങ്കടം പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോ ഇൽമുഹു ബിഹലി യുനീനി അൻ സുആലി, എന്റെ കാര്യം എന്റെ രാജാവായ റബ്ബിനറിയാമല്ലോ, ചോദിക്കേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം. സുഹൃത്തുക്കളെ, സിറാജുൽ ഓരോ കണ്ടർ വായിച്ചു. ഞാനിവിടെ വന്നപ്പോൾ ഒരുപാട് ആളുകൾ സിറാജുലേക്ക് നിറച്ചു. ഞാൻ വരുമ്പോ ബൈക്കിൽ ഒരാൾ അയാളെ വീട്ടിൽ കയറണം, കുറേ പൈസ ഉണ്ട്, ഓരോരുത്തർ കൊണ്ടൊന്ന് വെച്ചത്. അപ്പൊ കയറിയപ്പോ കുറേ പൈസയും പൊന്നൊക്കെ അവിടെ നിന്ന് മാറ്റി. അല്ലാഹു തആല സിറാജുൽ ഹുദയുടെ ഒരു ബർക്കത്താണ് അല്ലാഹു നിലനിർത്തുന്നത്. ഒരു മാസത്തിൽ 25-30 ലക്ഷം രൂപ നേർച്ച. പക്ഷെ ഒരു മാസം ചെലവ് ചെയ്യണമെങ്കിൽ 70 ലക്ഷത്തോളം രൂപ ചെലവിന് വേണം. അതുകൊണ്ട് എത്ര കിട്ടിയാലും നമുക്ക് അറിയാവില്ല. വേറൊരു വിഷയം. നമ്മുടെ ബഷീർ മുസ്ലിയാർ, അതുപോലെ ഒരുപാട് ആളുകൾ വിദേശത്ത് നിന്ന് നാട്ടിൽ നോക്കി സിറാജുൽ ഹുദയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ഉണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകട്ടെ. ഞാൻ എന്റെ വിഷയത്തിൽ കിടന്നു. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഖലീലാണ്, വളരെ അടുത്ത ആളാണ്. പക്ഷേ ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബിക്ക് ധൈര്യമില്ല, ഡയറക്റ്റ് ഇടപെടാൻ ധൈര്യമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് അയക്കുക. മൂസാ നബി അലൈഹിസ്സലാമിന് ധൈര്യമില്ല. ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് അയക്കുക. ഈസാ നബി അലൈഹിസ്സലാമിന് ധൈര്യമില്ല. ഒരാൾക്കും ധൈര്യമില്ല. അവിടെ ധൈര്യപ്പെടാൻ ഹബീബ് മാത്രമേ ഉള്ളൂ. അതാണ് അനലഹാ അനലഹാ, നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സംസാരിക്കാൻ, അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യാൻ വിയർപ്പിങ്ങനെ ഒലിക്കുകയാണ് ജനം. സൂര്യൻ ഒരു ചാണ് മാത്രമോ ഒരു മൈല് മാത്രമോ മേലെ ഉദിക്കുകയാണ്. അല്ലാത്ത വിഷമത്തിലാണ്. എത്ര ദിവസമാ, എത്ര കൊല്ലമാ. ഓ ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ഉമ്മമാരെ, ജീവിച്ചാൽ എത്ര കൊല്ലം ജീവിക്കും ഇവിടെ? ജീവിച്ചാൽ എത്ര കൊല്ലം ജീവിക്കും ഇവിടെ? 100 കൊല്ലം ജീവിക്കുമെന്ന് തന്നെ കണക്ക് കൂട്ടിക്കോ. എന്നവൻ ഏകദേശം പകുതിയോളം പുറത്തിൽ കഴിഞ്ഞില്ലേ? ഉണർവിൽ ഏകദേശം ഒരു 50 കൊല്ലം കൂട്ടിക്കോ. 100 കൊല്ലം ആര് ജീവിക്കുന്നത് വേറെ വിഷയം. ജീവിച്ചാൽ തന്നെ 50 കൊല്ലം, അതിൽ കുറെ കുട്ടിക്കാലം പോയില്ലേ? പിന്നെ ഉള്ള സമയം രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളും അങ്ങനെ തള്ളി നീക്കുകയല്ലേ. സുഖത്തിനുള്ള സമയം വളരെ ചുരുക്കമല്ലേ? സുഖം അനുഭവിക്കുന്ന സമയം വളരെ ചുരുക്കമല്ലേ? ഈ ചെറിയ ലോകത്ത് അഹങ്കാരിയായി, ഈ ചെറിയ ലോകത്ത് അസൂയക്കാരനായി, ഈ ചെറിയ ലോകത്ത് അതാ ചെറിയ ജീവിതം കിട്ടുമ്പോ അതാ രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹനെ മറന്ന് ജീവിക്കുന്നവനേക്കാൾ ബുദ്ധിയില്ലാത്തവനാരാണ്, ചിന്തയില്ലാത്തവനാരാണ്? പോയി കിടക്കുന്ന ഖബറിൽ എത്ര കാലമാണ്? അവിടുന്ന് എഴുന്നേറ്റ് പോയി നിൽക്കുന്ന കോടതിയിലോ ഖുർആനല്ലേ, ഒരൊറ്റ ദിവസത്തിന് 50,000 കൊല്ലമാണ്. 50,000 കൊല്ലം. ഇവിടെ ജീവിച്ചാൽ 100 കൊല്ലം. എന്നാൽ അതിന്റെ 10 ഇരട്ടിക്ക് 1000 അതിന്റെ 100 ഇരട്ടിക്ക് 10,000 ഇത് എത്ര ഇരട്ടിയാ സുഹൃത്തുക്കളെ? സുബ്ഹാനല്ലാഹ്. 50,000 കൊല്ലം ഒരു കോടതിയിൽ ഒരേ നൃത്തമാണ്. ഒരു കോടതിയിൽ രാവിലെ 10 മണി മുതൽ 5 മണി വരെ കോടതിയിൽ നിൽക്കുമ്പോ ആ നിൽക്കുന്ന കോടതിയോ മേലെ നല്ല കോൺക്രീറ്റ് ബിൽഡിംഗ് ആണ്. അവിടെ വെയിലില്ല, ഫാനുണ്ട്, സൗകര്യമുണ്ട്. അവിടുത്തെ കോടതിയിലാണെങ്കിലോ വാദിക്കാൻ വക്കീലുണ്ട്, നിർദ്ദേശം തരാൻ വക്കീലുണ്ട്. കോടതിയിലെ ജഡ്ജിയും ഒരു മനുഷ്യൻ തന്നെ. ആ കോടതിയിൽ 10 മണി മുതൽ 5 മണി വരെ എന്നാൽ തന്നെ മടുപ്പ് തോന്നുന്ന നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ സമയമുണ്ട്, നാസ്ത കഴിക്കാൻ സൗകര്യമുണ്ട്, എല്ലാം ഉണ്ടായാലും കോടതിയിൽ പോയി നിൽക്കുന്ന കാര്യം വലിയ പ്രശ്നം തന്നെ. എന്നാൽ ആ
ആകാശങ്ങളും ഭൂമികളും ഒക്കെ സൃഷ്ടിച്ച നാഥൻ, രഹസ്യവും പരസ്യവും ഡയറക്ടർ എന്ന നാഥൻ. ഒരു വക്കീലിനും അവിടെ പ്രവേശനമില്ല. അതേ ഒരു കളവും പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയൂല. അങ്ങനത്തെ ഒരു ലോകത്ത് ഒരേ നൃത്തം 50,000 കൊല്ലം ഒരേ നൃത്തം നിൽക്കുമ്പോൾ അവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി. നരകത്തിലോ സ്വർഗത്തിലോ എവിടെ ആരും തരക്കേടില്ല എന്ന് വരെ പലർക്കും തോന്നിപ്പോന്നൊരു രംഗമാണത്. അവിടെ റെക്കമെൻഡിന് വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അതേ ജിബ്രീൽ അലൈഹിസ്സലാമിനേക്കാൾ എത്രയോ ബഹുമാനമുള്ളവരാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം, നബിയുൽ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിനെ പോലുള്ള അമ്പിയാക്കൾ. അവർക്കൊന്നും ധൈര്യമില്ല. അവിടെ പ്രിയപ്പെട്ടവർക്കേ ധൈര്യമുള്ളൂ. ആ പ്രിയപ്പെട്ടവരാണ് ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമീ. ഏതെങ്കിലും ഒരു സങ്കീർണ വിഷയത്തിൽ മാത്രമല്ല, ഒരാകസ്മികമായ ഒരു ദാരുണമായ ഒരു ദുരന്തത്തിൽ മാത്രമല്ല, സർവ ദുരന്തത്തിലും സർവ ആകസ്മികമായ വിഷയങ്ങളിലും അതേ എല്ലാ സന്നിഗ്ധ ഘട്ടങ്ങളിലും എല്ലാ സ്ഥലത്തും റെക്കമെൻഡിനുള്ള ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോട് പോയിട്ട് സങ്കടം പറയുമ്പോ അവിടുത്തെ മറുപടി തന്നെ എന്തൊരു സന്തോഷമുള്ള മറുപടി. അനലഹാ, അതിനർഹൻ ഞാൻ തന്നെ, ഞാൻ അതിനുള്ളവൻ തന്നെ. സുഹൃത്തുക്കളെ, വിവരം കൂടുതൽ ഉണ്ടാകുമ്പോ ആള് എത്രത്തോളം നന്നാകുന്നു അത്രത്തോളം മതമുണ്ടാകും. ആളെത്രത്തോളം നന്നാകുന്നു അത്രത്തോളം മതമുണ്ടാകും. സ്വാഭാവികമാണ്. സുഹൃത്തുക്കളെ, ബാപ്പാനോട് അറിവ് വേണം, ഉമ്മാനോട് അറിവ് വേണം, പണ്ഡിതന്മാരോട് അറിവ് വേണം, പ്രായമുള്ളവരോട് അറിവ് വേണം, അതേ തങ്ങന്മാരോട് അറിവ് വേണം. അങ്ങനെ തുടങ്ങി അതവ് വേണ്ടതിനോടൊക്കെ അതവ് വേണം. അതേ കഅബ ശരീഫിനോട് അതവ് വേണം, കഅബ ശരീഫിനോട് അതവ് വേണം. ഞാൻ വല്ലാതെ വേദനിക്കാറുണ്ട്. കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് കഅബ ഇങ്ങനെ ചുറ്റുന്ന സമയത്ത് ചിലർക്ക് അത് മൊബൈൽ ഫോണിൽ പിടിക്കേണ്ട തിരക്കാണ്. ഖൽബൊന്ന് റബ്ബിലേക്ക് തിരിയുന്നില്ല. അപ്പോഴും അത് റിക്കാർഡാക്കേണ്ട തിരക്കാണ്. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിയുന്നില്ല. സുഹൃത്തുക്കളെ, ചിലര് നല്ല നിയ്യത്തോടെയാണ് ചെയ്യുന്നത്, ഫൗളാണ്. അതേ കഅബയുടെ ചിത്രമുള്ള പടമാണ്. ആ പടത്തിൽ കഅബത്തിന്റെ ചിത്രത്തിന്റെ മേലെ ചവിട്ടുകയാണ്. ചോദിക്കട്ടെ, നിങ്ങളെ ബാപ്പാന്റെ ചിത്രത്തിന്റെ മുകളിൽ ചവിട്ടുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നൂലേ? വാസ്തവത്തിൽ അതിനൊരു കുറ്റവും ഇല്ല കേട്ടോ. കാരണം ഫോട്ടോത്തിനെ ബഹുമാനിക്കാൻ പാടില്ല, അത് ഇസ്ലാമിന്റെ നിയമമാണ്. ഫോട്ടോത്തെ ബഹുമാനിക്കാൻ പാടില്ല, അത് ഇസ്ലാമിന്റെ നിയമമാണ്. ഫോട്ടോ ബഹുമാനിക്കുക എന്നത് അത് ഇസ്ലാമിന്റെ എതിർഭാഗത്തുള്ള അതേ വിഗ്രഹാരാധകരുടെ സ്വഭാവമാണ്. ഫോട്ടോ ബഹുമാനിക്കുക എന്നത് മുസ്ലിമീങ്ങൾക്കത് പാടുള്ളതല്ലെന്ന് എല്ലാ ഇമാമികളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, എന്നാൽ അത് ജീവനുള്ള ഫോട്ടോ ആണ് കേട്ടോ. കഅബ ശരീഫിന്റെ ചിത്രം ജീവനുള്ള ഫോട്ടോ അല്ല, കഅബയുടെ ചിത്രമല്ലേ, റൗള ശരീഫിന്റെ ചിത്രമല്ലേ. അത്തരം ചിത്രങ്ങൾ ചവിട്ടുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ നമ്മൾ അറിവില്ലാതെ ചിലപ്പോൾ അതിനോട്ടിന്റെ മേലെ ചവിട്ടിപ്പോവുകയാണ്. അതബ് അത്തരത്തിലുള്ളത് ചവിട്ടാൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ്. ഇരിക്കട്ടെ, ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതബ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രായമുള്ളവരോട് അതബ് കാണിക്കണം, ഉസ്താദുമാരോട് അതബ് കാണിക്കണം. ഇൽമി എഴുതിയ കടലാസ് അത് മലയാളത്തിലാണെങ്കിലും അതിനോട് അതബ് കാണിക്കണം. ഹബീബായ നബി തങ്ങളെ പേരെഴുതിയത് മലയാളത്തിലാണെങ്കിലും ആ പേരിനോട് അതബ് കാണിക്കണം. സുഹൃത്തുക്കളെ,
ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ് എന്ന് ബാനർ പിടിച്ചിട്ട് നമ്മൾ ഒരു നബിദിന റാലി നടത്തിയാൽ ആ നബിദിന റാലി ഫോട്ടത്തിൽ പിടിച്ച് പിറ്റെന്ന് പത്രത്തിൽ വന്നാൽ പത്രത്തിൽ ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ് എന്നുണ്ടാകും. ആ പത്രം കൊണ്ടുപോയി മീൻ വാങ്ങാൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ വലിച്ചെറിയും, മേശ തുടക്കാൻ എടുക്കും. അപ്പോൾ ആദ്യം തന്നെ ആ ബാനർ നമ്മൾ തൂക്കാതെ ആ ബാനർ നമ്മൾ പിടിക്കാതിരിക്കണം. നമ്മൾ ഓരോ സ്ഥലത്തും നന്നായി ശ്രദ്ധിക്കണം. അതവ് പാലിച്ചേ പറ്റൂ. അല്ലാഹ് ബഹുമാനിച്ച പേരിനോട് അതവ് വേണം. അമ്പിയാക്കൾ ഔലിയാക്കളെ പേര് ദിക്റാണ്. അതുകൊണ്ടാണല്ലോ അതും കീശയിലിട്ട് നിങ്ങൾ കക്കൂസ് കയറണ്ടെന്ന് ഫത്വൽ മുഈനിൽ പറഞ്ഞത്. അതിനെ ബഹുമാനിക്കണം എന്നതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ? ബഹുമാനം വേണം. അള്ളാന്റെ പേരിനോട് വല്ലാത്ത ബഹുമാനം വേണം. അതുകൊണ്ടാണല്ലോ അല്ലാഹുമ്മ എന്നല്ലേ എഴുതുന്നത്, അല്ലാഹുമ്മ എന്നല്ലേ പറയുന്നത്, ലാമല്ലേ എഴുതുന്നത്. പക്ഷേ ലാമല്ലല്ലോ ഉച്ചരിക്കുന്നത്. അതേ ലാമ് തന്നെയാണ്. പക്ഷേ ആ ലാമിന്റെ ഉച്ചാരണത്തിൽ ലാം ഉച്ചരിക്കുന്ന അതേ സ്ഥലത്തും തന്നെ ഉച്ചാരണം. പക്ഷേ അല്ലാഹുമ്മ എന്നാണ് പറയുന്നത്. അള്ളാന്റെ പേരിനൊന്ന് വണ്ണിക്കാനാണത്. ഞാൻ ബൈത്ത് ആദ്യം മുതൽ അവസാനം വരെ അർത്ഥം പറഞ്ഞ് പ്രസംഗിക്കണമെന്ന് ചിന്തിച്ചു. അതിന് കാരണമുണ്ട്. സിറാജുൽ ഹുദയുടെ 25ാം വാർഷികം നടക്കുകയാണ്. ആ 25ാം വാർഷികത്തോടനുബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ മധുവിൽ കൊള്ളുന്ന ബുറുദ ബൈത്തിൽ 162 പദ്യവും അർത്ഥവും വിവരണവും എന്ന് പറഞ്ഞ് സംസാരിക്കാൻ ഉദ്ദേശിച്ചു. അങ്ങനെ തുടങ്ങിയ അൽഹംദുലില്ലാഹ് 35ഓളം പദ്യം 13 ദിവസം കൊണ്ട് സംസാരിച്ചു. ഇനി ബാക്കി കൂടി സംസാരിക്കാൻ അല്ലാഹു അവസരം തരട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, അത് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ ചൊല്ലുന്നൊരു സലാത്താണ് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇമാം ബൂസിരി ബുർദക്കടയിൽ ചൊല്ലിയ സലാത്താണത്. ആ സലാത്തിന്റെ തുടക്കത്തിൽ മൗലായ അള്ളാഹിനെ വിളിക്കുകയാണ്. മൗലായ അള്ളാഹുവിനെ വിളിക്കുകയാണ്. എന്റെ സംരക്ഷകനായ അള്ളാഹ്, അതവോടെ വിളിക്കേണ്ടതാണത്. അതുകൊണ്ട് മുത്തഅല്ലിമീങ്ങളോട് എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൗലായ അതവോടെ വിളിക്കണം. മൗലൈ മൗലൈ എന്ന് പറയണ്ട, മൗലൈ മൗലൈ എന്ന് പറയണ്ട. അതിലൊരു ചെറിയ അതവ് കേടുള്ളതായി തോന്നുന്നുവെന്ന് എന്റെ പ്രസംഗത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, പടച്ചവനോട് അതവ് വേണം, റബ്ബിന്റെ പേരിനോട് അതവ് വേണം, അല്ലാഹുവിന്റെ റസൂലിനോട് അതവ് വേണം, അവിടുത്തെ പേരിനോട് അതവ് വേണം, ഔലിയാക്കളോട് അതവ് വേണം, ഔലിയാക്കളെ പേരിനോട് അതവ് വേണം, പണ്ഡിതന്മാരോട് അതവ് വേണം, പണ്ഡിതന്മാരെ പേരിനോട് അതവ് വേണം, സയ്യിദന്മാരോട് അതവ് വേണം, സയ്യിദന്മാരെ പേരിനോട് അതവ് വേണം. അങ്ങനെ ബാപ്പ ഉമ്മയോട് അതവ് വേണം. ബാപ്പയും ഉമ്മയും വല്ലാത്ത സംഗതിയാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ഒരാൾ ചോദിച്ചില്ലേ, മൻ അഹഖു ബിഹുസ്നി സഹാബതി, ഞാൻ സഹവസിച്ച് ജീവിക്കുന്നതിൽ ഏറ്റവും നല്ല സഹവാസം, ഏറ്റവും നല്ല നന്മ ചെയ്യാൻ ഏറ്റവും അർഹതപ്പെട്ട ആൾ ആരാണ് നബിയേ? ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ കാണാം, കിതാബുൽ ആദാബ്, അദബുകളുടെ കിതാബ് ബുഖാരിയുടെ ഒരു ഭാഗം. അതിലെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള ഹദീസ് ഉദ്ധരിക്കുന്നു. ആ ഹദീസിൽ എന്താ 1-ാമത്തെ വിഷയം ഇമാം ബുഖാരി കൊണ്ടുവരുന്നത്? അദബിനെ സംബന്ധിച്ച് മാതാപിതാക്കളെ സംബന്ധിച്ച് നമ്മൾ മനുഷ്യന്മാരോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, 1-ാമത്തെ അദബ് പറയുന്നത് ഇമാം ബുഖാരി. അതുപോലെ തന്നെ ബിർറും സിലത്തും, കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യണം, നാട്ടുകാർക്ക് നന്മ ചെയ്യണം, കുടുംബ ബന്ധം ചേർക്കണം, കുടുംബത്തോട് അത് കൂടാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് വന്നൊരാൾ ചോദിക്കുന്നു, ഏറ്റവും നന്നായി പെരുമാറേണ്ടതാരോ? ഞാൻ ഏറ്റവും നല്ല സഹവാസം കാണിക്കേണ്ടതാരോ? ഏറ്റവും ഗുണം ചെയ്യേണ്ടതാരോ? നിന്റെ ഉമ്മ, നിന്റെ ഉമ്മ. പിന്നെ സുമ്മമൻ, പിന്നായി പിന്നെ ഉമ്മുക്ക, നിന്റെ ഉമ്മ. പിന്നെ ഉമ്മമൻ, അപ്പോഴും പറഞ്ഞു ഉമ്മുക്ക, നിന്റെ ഉമ്മ. 3 തവണ ഉമ്മനെ പറഞ്ഞു. ഉമ്മാനെ സംബന്ധിച്ച് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് മഹത്വം കൽപ്പിക്കാത്ത മതമാണ് ഇസ്ലാമിന്റെ വിരോധികൾ. അവർക്ക് ഇസ്ലാമിൽ ചുക്കുവരെ 3 പ്രാവശ്യം ഉമ്മ പെണ്ണ സ്ത്രീയ. അതേ ഉമ്മുക്ക
3 പ്രാവശ്യം പറഞ്ഞു നിന്റെ ഉമ്മ. 4ാമത് പിന്നെയും ചോദിച്ചു പറഞ്ഞു അബൂക്ക നിന്റെ ബാപ്പ. അങ്ങ് ഉമ്മ ബാപ്പയോട് വളരെ അതബുള്ളത്. ഞാൻ ഇന്ന് കുറ്റ്യാടി സിറാജ് ഹുദയിലെ വിമൻസ് കോളേജിലെ കുട്ടികൾക്ക് ഒരു ചെറിയ ക്ലാസ്, ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ബാപ്പയും ഉമ്മയും പൊരുത്തപ്പെടാത്ത ഒരു ചിന്തയും നിങ്ങളെ കൽവിൽ കടന്നു. ബാപ്പയും ഉമ്മയും പൊരുത്തപ്പെടാത്ത ഒരു വാക്കും പറഞ്ഞു. എത്രത്തോളം നിങ്ങൾ കണ്ടില്ലേ ഇസ്ലാം ഹജ്ജിന് പോകുന്ന സമയത്ത് ബാപ്പാന്റെ ഉമ്മാന്റെ സമ്മതമാണ്. അള്ളാന്റെ വീട്ടിലാ പോകുന്നത്, ബാപ്പാന്റെ ഉമ്മാന്റെ സമ്മതമാണ്. അങ്ങനല്ലേ പണ്ഡിതന്മാർ സുന്നത്തായ ഹജ്ജാണെങ്കിൽ പോകുമ്പോ പോണ്ടാന്ന് ബാപ്പ പറഞ്ഞ, ഉപ്പാപ്പ പറഞ്ഞ, ഉമ്മാമ പറഞ്ഞാൽ, ഉമ്മ പറഞ്ഞാൽ പോക്ക് നിർത്തി വെക്കണം. അങ്ങനല്ലേ ഇസ്ലാമിന്റെ. അപ്പൊ ബാപ്പാക്കും ഉമ്മാക്കും എത്രയോ സ്ഥാനം. അള്ളാന്റെ വീട്ടിൽ പോകുന്നത് പോണ്ടാന്ന് തന്നെ പോണ്ട, അത്ര വലിയ സ്ഥാനം. ഇനിയോ സുന്നത്ത് നിസ്കരിക്കുമ്പോ ബാപ്പയോ ഉമ്മയോ വിളിച്ചു ഉത്തരം ചെയ്തില്ലെങ്കിൽ അവരെ മനസ്സിന് വേദന ഉണ്ടാവുന്നു. എന്നാൽ സുന്നത്ത് നിസ്കാരം മുറിക്കണം, അള്ളാനോടുള്ള സംഭാഷണം മുറിക്കണം, ബാപ്പാക്കും ഉമ്മാക്കും ഉത്തരം ചെയ്യാൻ വേണ്ടി. അതല്ലേ ഇസ്ലാം. ബാപ്പാന്റെ ഉമ്മാനെ കൊണ്ടുള്ള അതപത്രയാ എത്ര വലിയ സ്ഥാനമാണ്. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറഞ്ഞു ഉമ്മക്ക് നന്മ ചെയ്യണം, ബാപ്പക്ക് നന്മ ചെയ്യുന്നത് 4ാമത്തെ തവണ പറഞ്ഞു. അതിന് കാരണമുണ്ട്. ഉമ്മ എപ്പോഴും പെണ്ണാണ്, പെണ്ണിന് പലപ്പോഴും പ്രയാസങ്ങളാണ്. ബാപ്പ പുരുഷനാണ്, പുരുഷന് ശക്തി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബാപ്പയെ 4ാമത് പറഞ്ഞാൽ മതി. ഉമ്മയാണല്ലോ അതേ സഹായങ്ങളും സഹകരണങ്ങളും അതേ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. ഇസ്ലാം പ്രകൃതിക്ക് അനുയോജ്യമായ മതമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇസ്ലാമിനൊരു ന്യൂനത എല്ലാ നിലക്കും ചൂണ്ടിക്കാണിക്കാൻ പരിശ്രമിക്കുന്ന എതിരാളികൾ എത്രയാണ്. ഇന്ന് വരെ പറയാൻ സമയം പോരാ. ബുറുദ ബൈത്ത് ഇൻഷാ അല്ലാഹ് 162 പദ്യവും ഇൻഷാ അല്ലാഹ് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ CD ഇറങ്ങുമ്പോ നിങ്ങളെല്ലാവരും കേട്ടു നോക്കണം. സിറാജുൽ ഹുദ എന്ന സ്ഥാപനം റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് 25 കൊല്ലം മുമ്പ് തുടങ്ങിയത്. 11 മഹല്ലിലെ സുന്നികൾക്ക് ഒറ്റ മദ്രസയില്ല, സുന്നികൾക്ക് ഒരൊറ്റ പള്ളിയില്ല. എല്ലാം റസൂലുള്ളാഹിനെ ധിക്കരിക്കുന്ന പള്ളികൾ. മലയാളത്തിൽ ഖുതുബ ഓതുന്ന റസൂലുള്ളാഹിനുള്ള ധിക്കാരം. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹിനെ പിന്തുടരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ ഓതിയിട്ടില്ല, ഖുതുബ ഓതിയ ഭാഷയിലല്ലാതെ ജുമ നിസ്കരിച്ചിട്ടില്ല. ഖുതുബക്കൊരു ഭാഷ, ജുമക്കൊരു ഭാഷ. അള്ളാഹിന്റെ റസൂലിന്റെ ജീവിതത്തിലില്ല, സഹാബത്തിന്റെ ജീവിതത്തിലില്ല. ലോകത്ത് 1300 കൊല്ലത്തോളം ലോകത്തൊരു പണ്ഡിതന്റെ ജീവിതത്തിലുമില്ല. പക്ഷേ അള്ളാഹിന്റെ ദീന് മാറ്റിമറിക്കാൻ ഉദ്ദേശിച്ച പുത്തൻവാദികൾ മലയാളത്തിൽ ഖുതുബ തുടങ്ങിയിട്ട് ലോക മുസ്ലിമീങ്ങളുടെ, കേരള മുസ്ലിമീങ്ങളുടെ ഐക്യം തകർക്കാൻ ശ്രമിച്ചു, ജുമാ ബാത്തിലാക്കാൻ ശ്രമിച്ചു. ബഹുമാനപ്പെട്ട മർഹൂം കെ ഹസൻ മുസ്ലിയാർ അല്ലാഹുവിലേക്ക് ദറജ വർദ്ധിപ്പിക്കട്ടെ, ചങ്കൂറ്റത്തോടെ അതേ ധൈര്യപൂർവം ആ ബിദ്അത്തിനെതിരെ പോരാടിയപ്പോ SYSന്റെ പ്രസിഡന്റായിരുന്നു ബഹുമാനപ്പെട്ട കെ ഹസൻ മുസ്ലിയാർ. അല്ലാഹുവേ അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ ആദർശത്തിൽ ഉറച്ചു നിന്ന് പോരാടാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനേ. ആ മഹാനായ മർഹൂം കെ ഹസൻ മുസ്ലിയാർ നന്നായി നെഞ്ഞൂക്കോടെ പോരാടിയതിനാൽ ആ കടുത്ത നരകത്തിൽ കിടക്കുന്ന ബിദ്അത്തിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് മഹാനായ കെ ഹസൻ മുസ്ലിയാരുടെ കൂടെ പിന്തുണയായി അതാ ഖുത്ബ പരിഭാഷയെ സംബന്ധിച്ചൊരു ക്ലാസ് എടുത്തു. ഞാൻ അന്ന് ഖത്തറിനത് എവിടെ ചിയ്യൂരിൽ വാണിമേലാണ് വാണിമൂലം അബ്ദുറഹ്മാൻ മുസ്ലിം. അതുപോലെ കെ ഹസൻ മുസ്ലിയാർ വൈലിത്ര മുഹമ്മദ് കുഞ്ഞി മൗലവിന്റെ 2 3 പുസ്തകം അത് കഴിഞ്ഞിട്ട് വാണിമേൽ സുന്നികളല്ലാത്ത കക്ഷികളുള്ള സ്ഥലമാണ്. ഇവിടെ പോലെ ഇവിടെ പിന്നെ എല്ലാവരും സുന്നികളാണ്. സുഹൃത്തുക്കളെ, അവിടെ ഒരു ക്യാമ്പിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് നല്ല യുവാവാണ്. ഉസ്താദിന്റെ ക്ലാസ് ഞാനൊരു ചെറിയ മുത്താലിമാണ്. ഞാൻ പോയി ഇരുന്നു ഫുള്ള് ഞാൻ ആ ക്ലാസ് മനപ്പാടാണ്.
അത് മനഃപ്പാടമാക്കിയിട്ട് പിന്നീട് പലപ്പോഴും ഞാൻ അവതരിപ്പിച്ചു. ഉല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ ഊതി പഠിക്കുന്ന കാലത്ത് ഞാൻ തലശ്ശേരി പുന്നോലിൽ നിന്ന സ്ഥലത്ത് പ്രസംഗിക്കാം. SSFകാരനാണ്. SSFന്റെ പരിപാടിക്ക് പ്രസംഗിക്കാം. അപ്പൊ നോക്കുമ്പോ അവിടുത്തെ ജമാഅത്ത് പള്ളിയിൽ മലയാളത്തിൽ ഞാൻ അന്നത്തെ പ്രസംഗത്തിൽ ഖുത്ബ മലയാളത്തിൽ വരാൻ പാടില്ല. കാന്തപുരസ്ഥാനിൽ നിന്ന് കേട്ട ക്ലാസ് അങ്ങനെ തന്നെ റെഡിയിലങ്ങട്ട് അവതരിപ്പിച്ചതാണ്. പ്രസംഗം കഴിഞ്ഞപ്പോ അവിടെ മരിച്ചുപോയി ഇസ്മായിൽ ഹാജി എന്ന ഒരാൾ, ഒരു തൊപ്പിയിടുന്ന അവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിന്റെ ഖബർ സന്ദർശിച്ചില്ല. അദ്ദേഹം നല്ല സുഖിയ, അദ്ദേഹം എഴുന്നേറ്റ് നിസ്കാരം കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞ ഉടനെ പൊന്നോൽ പള്ളിയിലെ ഖുത്ബ പരിഭാഷ നിർത്തുക. അപ്പൊ വേറൊരാൾ അദ്ദേഹം മരിച്ചു. അദ്ദേഹം അല്ലാഹു അക്ബർ, പിന്നെ എല്ലാവരും പിന്നെ ഇന്നേ വരെ അറബിയിലല്ലാതെ പള്ളിയിൽ ഖുത്ബ ഒറ്റ ഒരു പ്രസംഗം കാന്തപുരസ്ഥാനിൽ കേട്ട് അങ്ങനെ തന്നെ കൊണ്ടിട്ട് അവതരിപ്പിച്ചു. ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ ബിദ്അത്ത് അറബി ഭാഷയിലുള്ള ഖുത്ബ മലയാളത്തിലാക്കുന്ന ബിദ്അത്ത്. അതുപോലെ എന്റെ സഹോദരിമാരോട് ഞാൻ പറയും, ഒരാള് ഒരു വലിയ പുഴ കടക്കുമ്പോൾ അയാൾ കടക്കുന്നില്ല, അയാൾക്കാർ തന്നെ അവിടെ തോണി കയറാനായി അതുകൊണ്ട് നമുക്ക് ശല്യമൊന്നുമില്ല. നമുക്ക് കയറുന്നു നമുക്ക് കയറി പോകാൻ അയാളക്കരത്തില്ല. നമ്മൾ സ്വർഗത്തിലേക്ക് തോണി അടുക്കാണ്. ആ സ്വർഗത്തിലുള്ള തോണി കയറി നമ്മൾ പോവാണ്. അപ്പോ അമുസ്ലിം സഹോദരന്മാർ, ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ ഹൈന്ദവ സഹോദരന്മാരൊക്കെ ഉണ്ട്. അവരൊന്നും നമ്മളെ മതത്തിൽ കയറിയിട്ടില്ല, നമ്മളെ തോണി കയറിയില്ല. അവർക്കൊണ്ട് നമുക്ക് ശല്യമൊന്നുമില്ല. അവരക്കരെ തന്നെ നമ്മൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോവാണ്. നമുക്ക് അവർക്കൊണ്ട് ശല്യമൊന്നുമില്ല. അവരെ വിശ്വാസിച്ച് കയറി നമ്മളെ വിശ്വാസം നമ്മൾ പറയുന്നത്. എല്ലാവർക്കും ഓരോരോ വിശ്വാസം പറയാൻ സാധ്യത. അപ്പൊ നമ്മൾ സ്വർഗത്തിൽ ഇങ്ങനെ ശല്യാരം ശലി തോണി കയറുക. വീണ്ടും പോയന്റെ മധ്യത്തിൽ തോണി മറിച്ചിടാൻ. എന്താണ് അവന്റെ ശല്യം? നിങ്ങൾ ആലോചിച്ചു, തോണി മറിച്ചിടാൻ. ഇതുപോലല്ലേ സ്ത്രീകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വീടാണ് ഖൈർ. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പറയും അല്ല, റസൂലുള്ളാഹി പറഞ്ഞ പോലെയല്ല, പള്ളിയാണ്. അവ തോണി മറിച്ചിടുക. അള്ളാന്റെ ദീൻ അട്ടിമറിക്കുക. എന്താണ് അതിന്റെ നാശം? ചെറിയ നാശമാണ്. അള്ളാന്റെ ദീൻ അട്ടിമറിക്കുന്നതിനേക്കാൾ വലിയ നാശം. സുഹൃത്തുക്കളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം, സഹാബത്തിനെ പിന്തുടർന്ന് ജീവിക്കണം, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കണം. എല്ലാ വിഷയത്തിലും അദബ് വേണം, ആദാബുകൾ പാലിക്കണം. അപ്പൊ ഉമ്മ ബാപ്പമാരോട് അദബ് വേണം, ഉമ്മയോട് അദബ് വേണം, ബാപ്പയോട് അദബ് വേണം. ബാപ്പാന്റെ ജ്യേഷ്ഠനെ ബഹുമാനിക്കണം, ബാപ്പാന്റെ അനുജനെ ബഹുമാനിക്കണം. അബ്ബാസ് റളിയല്ലാഹു അൻഹു ആദരിച്ചില്ലേ മുഹമ്മദ് റസൂലുള്ളാഹി? ബാപ്പാന്റെ ചേട്ടന്മാരെ ബഹുമാനിക്കണം, ബാപ്പാന്റെ അനുജന്മാരെ ബഹുമാനിക്കണം, അമ്മാമ്മമാരെ ബഹുമാനിക്കണം. അമ്മാമനും ബാപ്പയും തമ്മിൽ തെറ്റിയാലോ? ചിലപ്പോൾ ദുനിയാവിന് വേണ്ടിയില്ലേ മനുഷ്യന്മാർ? അമ്മാമനും ബാപ്പയും തമ്മിൽ തെറ്റിയാലോ? നമ്മൾ രണ്ടാളെയും ബാപ്പാനെയും ബഹുമാനിക്കണം, അമ്മാമനെയും ബഹുമാനിക്കണം. അമ്മാമനും ഉമ്മാനാങ്ങളല്ലേ, നമുക്ക് നിസ്സാരപ്പെടുത്താൻ പറ്റുമോ? ബാപ്പാനെ തള്ളാൻ പറ്റുമോ? നമ്മൾ രണ്ടാളെയും ബഹുമാനിക്കണം. അങ്ങനല്ലേ വേണ്ടല്ലേ? ഞാനങ്ങനെ പലപ്പോഴും പഴയ കാലത്ത് ശ്രമിച്ചിരുന്നു. ആലിമീങ്ങൾക്കിടയിൽ ചിലപ്പോൾ മസ്അല തർക്കം ഉണ്ടാവും, ചിലപ്പോൾ സംഘടനാ തർക്കം ഉണ്ടാവും. നമ്മൾ ഒരിക്കലും ഒരു ആലിമിനെയും ചീത്ത പറയരുത്, ഒരു ആലിമിനെയും നിന്ദിക്കരുത്, ഒരു ആലിമിനെയും ഇൻസൾട്ട് ആക്കരുത്. നമ്മളെ ഈമാൻ കളയുന്ന പരിപാടിയാണ്. ആലിമീങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അനന്തരക്കാരാണ്. ഉഖ്റവിയായ ആലിമീങ്ങൾ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവര്, കാര്യലാഭം മോഹിക്കാതെ, സ്ഥാനമാനം ലക്ഷ്യം വെക്കാതെ, ഭൂമി താലത്തിൽ ഞാൻ ദീനെ നടത്തുവാൻ വേദാമ്പൃതമ്മൂടെ ആള് ഞാനെന്നോവർ എന്ന് പറഞ്ഞ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാർഗം സ്വീകരിച്ചവര്, അവരുടെ സ്വഭാവം എന്താണ്? അവരിങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ അങ്ങോട്ട് ചീത്ത പറയൂല, ഇങ്ങോട്ട് കുറ്റം പറഞ്ഞാൽ അങ്ങോട്ട് കുറ്റം പറയൂല, ഇങ്ങോട്ടതാ തെറി പറഞ്ഞാൽ പകരം തെറി പറയൂല. ഖുർആൻ ഫോളോ ചെയ്ത് ജീവിക്കും. ഇദ്ഫഅ ബില്ലതി അഹ്സൻ ഫൈദല്ലദി ബൈനക വബൈനഹു അദാബത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. തെറ്റിനെ നന്മ കൊണ്ട് അതാ പ്രതിരോധിക്കണേ, തെറ്റിനെ കൊണ്ട് പ്രതിരോധിക്കണേ. ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ അങ്ങോട്ട് ചീത്ത പറയണ്ട, ഇങ്ങോട്ട് തെറി പറഞ്ഞാൽ അങ്ങോട്ട് തെറി പറയണ്ട, ഇങ്ങോട്ട് കൂട്ട് വിളിച്ചാൽ അങ്ങോട്ട് കൂട്ട് വിളിക്കണ്ട, ഇങ്ങോട്ട് ആക്രമിച്ചാൽ അങ്ങോട്ട് ആക്രമിക്കണ്ട. അതാണല്ലോ ദൈവത്തിന്റെ വഴി.
പഠിപ്പിച്ച വഴി, ആ വഴിയിലല്ലേ ജീവിതം. ആ ജീവിതം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിച്ച് എനിക്ക് തരുന്നവൻ അള്ളയാണ്, തടയാൻ അധികാരമുള്ളവനും അള്ളാഹുവാണ്. ആ അള്ളാഹു എനിക്ക് ഉദ്ദേശിച്ചതൊന്നും തടയാൻ ഒരാൾക്കും സാധ്യമല്ല. അവൻ തീരുമാനിക്കുന്നത് വാങ്ങിത്തരാൻ ഒരു ശക്തിയുമില്ല. വൽഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹ്. ഖൈറും ശർറും അല്ലാഹുവിങ്കൽ നിന്നാണ്. അവൻ തീരുമാനിച്ചതേ ഇവിടെ നടപ്പാവുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് റബ്ബിന്റെ വൃത്തത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ, അത്തരം പണ്ഡിതന്മാർക്കിടയിൽ ചിലപ്പോൾ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളോ വീക്ഷണ വ്യത്യാസങ്ങളോ ഏതെങ്കിലും മസ്അലയിൽ ഉണ്ടായാൽ, നിങ്ങൾ കേട്ടിട്ടില്ലേ സുഹൃത്തുക്കളെ, പറയാൻ ഇവിടെ സമയമില്ല. ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദിൽ ബിലങ്കൂത്തി റഹിമഹുല്ലാഹ് അത്തരത്തിലുള്ളൊരു വലിയ മഹാനായിരുന്നു. എല്ലാ റമദാനിലും 10 ദിവസം അതാ പൊന്നാനി ജമാഅത്ത് പള്ളിയിൽ വഅദ് പറയും. അസ്ർ മുതൽ മഗ്‌രിബ് വരെ ഒരു കൊല്ലം അക്കരയാണ് വേങ്ങോട്, ഇക്കരയാണ് പൊന്നാനി. വലിയ പുഴ, ഇപ്പൊ പാലം. എന്റെ കുട്ടിക്കാലത്ത് പോയാൽ പോകുന്ന പുഴ തോണി. അപ്പോ അക്കര മാസം കണ്ടതായി ബോധ്യപ്പെടുത്തി. അങ്ങനെ നോമ്പ് ഇക്കര പൊന്നാനി കാതി അത് ബോധ്യപ്പെട്ടില്ല. പൊന്നാനി കാതി ഉറപ്പിച്ചു. അക്കര നോമ്പുണ്ട്, ഇക്കര നോമ്പില്ല. ഇന്നത്തെ കാലാണെങ്കിൽ വാട്സപ്പിൽ എല്ലാ ഗീബത്തും, എല്ലാ ഖാദിമാരും, എല്ലാ ആലിമീങ്ങളും ഗീബത്ത് കൊണ്ട് നിറച്ച് റമദാന്റെ 1-ാമത്തെ ദിവസം തന്നെ ഫസൽ. അന്ന് പിന്നെ അങ്ങനത്തെ ശല്യമൊന്നും അല്ലേ. ആലിമീങ്ങളെല്ലാവരും പൊന്നാനിയിൽ സാധാരണ വഅദ് പറഞ്ഞ ഉമർ ഖാദിയാണ്. അവസാനത്തെ 10 ദിവസം പൊന്നാനി പള്ളിയിൽ അക്കൊല്ലം ഉമർ ഖാദി തന്നെ. ഉമർ ഖാദി വന്നു. അങ്ങനെ ഉമർ ഖാദിക്ക് റമദാൻ 30 പൊന്നാനി ഉമർ ഖാദി തന്നെയാണ് അന്നത്തെ മഗ്‌രിബിന് ഇമാം വെച്ചത്. മഗ്‌രിബ് നിസ്കരിച്ച് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തക്ബീർ കേറി. അപ്പൊ പൊന്നാനിയിലാണ് ഒരു കൂട്ടർ അങ്ങനെ ഖാദി ഇവിടുത്തെ അക്കരെ പരിചയമില്ലാന്നല്ലാതെ ഇവിടെ മാസം കണ്ടതായിട്ട് ഉറപ്പിച്ചിട്ടില്ലല്ലോ. അവരങ്ങനെ ഇവിടെ അക്കരെ പരിചയമില്ല എന്നല്ലാതെ അത് ന്യായാണല്ലോ അവരെ പറയുന്നത്. ന്യായം ആരും ഒരാൾ ചെയ്യാനൊക്കെ ഉണ്ട്. എത്ര വലിയ മഹാനാണെങ്കിലും ന്യായത്തിന് വേണ്ടി ന്യായമല്ലേ അവർ പറയുന്നത്. മുർഖാദി അവരൊന്നും പറഞ്ഞില്ല. മുർഖാദി തങ്ങൾ എല്ലാവരും ഇറങ്ങി മുറ്റത്ത് ഒരു മാസം നോക്കാം. ഇങ്ങനെ കാണിച്ചെത്ര മാസം എനിക്കും കൂടി ചൊല്ലിക്കൂടെ എന്റെ കൂടെ തന്നെ ഒന്നായിട്ട് എന്തോ ഒരു വിശാലമായ സുഹൃത്തുക്കളെ, അതല്ലേ ഇസ്ലാം, അതല്ലേ മുസ്ലിം. നമ്മൾ മുസ്ലിം ജമാഅത്ത്, മുസ്ലിം ജമാഅത്ത് തന്നെ മുസ്ലിം കൂട്ടായ്മ. മുസ്ലിമീങ്ങൾ എല്ലാവരും കൂട്ടായ്മയോടെ പ്രവർത്തിക്കണം. നമ്മൾ ഭിന്നിക്കേണ്ടവരല്ല, നമ്മൾ അനൈക്യപ്പെടേണ്ടവരല്ല. നമ്മൾ മുസ്ലിങ്ങൾ പരസ്പരം കുറ്റം പറഞ്ഞു, ചീത്ത പറഞ്ഞു, തെറി പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും മല്ലടിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും വരക്കുറം നോക്കിയിട്ടും നമ്മൾ നശിക്കാനാണോ പോകുന്നത്? നമ്മൾ മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി ഇസ്ലാം അത് ഐക്യത്തിന്റെ മതം. മുസ്ലിമീങ്ങൾ യോജിച്ചു മുസ്ലിം ജമാഅത്ത്, മുസ്ലിം കൂട്ടായ്മ, സുന്നത്ത് ജമാഅത്ത്, നബി തങ്ങളുടെ ചര്യ പിന്തുടർന്നുകൊണ്ടുള്ള കൂട്ടായ്മ രണ്ടും ഒന്ന് തന്നെയാണ്. സുന്നത്ത് ജമാഅത്ത് പറഞ്ഞാലും മുസ്ലിം ജമാഅത്ത് രണ്ടും ഒന്ന് തന്നെ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നടപടി, ആ നടപടിയാണ് കൂട്ടായ്മ, മുസ്ലിം കൂട്ടായ്മ. ആ മുസ്ലിം കൂട്ടായ്മ നമ്മൾ മുറുകെ പിടിക്കണം, ഐക്യത്തോടെ ജീവിക്കണം. നമ്മൾ ഐക്യപ്പെടുന്നത് ഹൈന്ദവരെ എതിർക്കാനല്ല, ക്രിസ്ത്യാനികളെ വെട്ടിലാക്കാനല്ല. നമുക്ക് അങ്ങനെ ഒരു വർഗീയതയില്ല, വർഗീയത ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നേതാവ് നമ്മളെ പഠിപ്പിച്ചത് വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. നമുക്ക് വർഗീയതയില്ല. എല്ലാവർക്കും നന്മ ചെയ്യുക, എല്ലാവർക്കും ഗുണം ചെയ്യുക. SYSന്റെ കീഴിൽ താമരശ്ശേരിയിൽ ഹോസ്പിറ്റൽ, അതേ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ വാർഡ് നമ്മൾ പുനർക്രമീകരണം നടത്തിയപ്പോ, പുനരുദ്ധാരണം നടത്തിയപ്പോ മുസ്ലിമീങ്ങൾക്ക് മാത്രമാണോ അത്? അല്ല, അല്ല.
ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കുമാണ്. നമുക്ക് വർഗീയത പാടില്ല. വർഗീയത നമ്മുടെ ഇസ്ലാമിലില്ല. നമ്മളെല്ലാ ജനങ്ങൾക്കും നന്മ ചെയ്യണം. എന്തിനധികം പറയണം? പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണവും വെള്ളവും കൊടുക്കാത്തതുകൊണ്ട് ഒരു സ്ത്രീ നരകത്തിൽ കടന്നു എന്നല്ലേ നബിതങ്ങൾ പഠിപ്പിച്ചത്? നായക്ക് വെള്ളം കൊടുത്തുകൊണ്ട് ഒരാൾ രക്ഷപ്പെട്ടു എന്നല്ലേ പഠിപ്പിച്ചത്? എല്ലാ ജീവികളോടും കാരുണ്യം, ആരോടും വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, ചീത്ത പറഞ്ഞവനോടില്ല, കല്ലെറിഞ്ഞവനോടില്ല, ആരോടും വിദ്വേഷമില്ലാതെ ഖുർആൻ പറഞ്ഞില്ലേ, നന്മ കൊണ്ട് തിന്മയെ നിങ്ങൾ പ്രതിരോധിക്കണേ. ആ തത്വം സ്വീകരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി അവരതാ തോളോട് തോളൊരുമ്മി നിസ്കരിക്കേണ്ടവരാണ്. അതേ ഏത് വലിയ പൊല്ല് കച്ചവടക്കാരനും ഏത് ഉണക്കുമീൻ കച്ചവടക്കാരനും അള്ളാന്റെ പള്ളിയിൽ ഒന്നല്ലയോ തോളോട് തോളൊരുമ്മി നിസ്കരിക്കുകയല്ലയോ ഒരു നേതൃത്വമല്ലയോ ഒരു രാജാവിലേക്ക് മനസ്സ് തിരിക്കുകയല്ലയോ ഒരു കഅബയിലേക്ക് നെഞ്ഞു തിരിക്കുകയല്ലയോ ഒരു നേതാവിനെ വിളിച്ച് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു സലാം പറയുകയല്ലയോ. ആ ഐക്യം പുലർത്തി മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി ജീവിക്കുമ്പോ മുസ്ലിമീങ്ങൾ ഐക്യം തകർക്കാൻ ശ്രമിച്ചത് പുത്തൻവാദികളാണ്. അതുകൊണ്ട് ഹബീബായ നബിതങ്ങൾ അവരെ കുറിച്ച് നമ്മളോട് പറഞ്ഞു, ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബതു ഖർദൽ. നമ്മുടെ മുൻഗാമികളായ മഹാന്മാരെ വഴി പിന്തുടരാതെ അതേ ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി അല്ല കൽപ്പിക്കാത്തത് നടപ്പാക്കുന്നവരും മലയാളത്തിൽ ഖുതുബ നടപ്പാക്കുന്നവരും മക്ക മദീനയിൽ അടക്കമുള്ള 20 തറാവീ വെട്ടിമുറിക്കുന്നവരും അതേ റസൂലുള്ളാഹി പഠിപ്പിച്ചതിന് വിരുദ്ധമായി പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോകുന്നവരും സുഹൃത്തുക്കളെ അങ്ങനെ എല്ലാ തെറ്റായ ആശയങ്ങളും നടപ്പാക്കുന്ന കക്ഷികൾ അവരെ പറ്റി നബിതങ്ങൾ പറഞ്ഞു അവരോട് കൈകൊണ്ട് സമരം ചെയ്യണം. കൈകൊണ്ട് സമരം എന്ന് പറഞ്ഞാലോ നിയമവിധേയമായ സമരമാണ്. നമ്മളെ കൈകൊണ്ട് സദഖ ചെയ്യുന്നത് കൈകൊണ്ടുള്ള സമരമാണ്. കൈകൊണ്ട് നോട്ടീസ് ഒട്ടിക്കുന്നത് കൈകൊണ്ടുള്ള സമരമാണ്. അതേ കൈകൊണ്ട് പുസ്തകം എഴുതുന്നത് കൈകൊണ്ടുള്ള സമരമാണ്. നിയമവിധേയമായ സമരം ചെയ്യണം. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ. നാവ് കൊണ്ട് അവരോട് സമരം ചെയ്യണം. നാവ് കൊണ്ടുള്ള സമരമാണ്. അവരാദർശത്തിന്റെ തകരാറുകൾ പറഞ്ഞു കൊടുക്കുക. അവിടെയും ഞാൻ നേരത്തെ ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞത് ഓർമ്മിപ്പിച്ചില്ലേ, ഒരു സുന്നിയല്ലാത്തവൻ സുന്നി ആകണം എന്ന ഉദ്ദേശത്തോടെയാകണം. അവനെ ചീത്ത പറയാനാകരുത്, വാശി കൂട്ടാനാകരുത്. കുറ്റ്യാടിയിൽ ഞാൻ സുബ്ഹാനല്ലാഹ് 11 വയലിൽ അറബിയിൽ ഊത്തുപോകുന്ന പള്ളിയില്ല, 20 തറാവിയില്ല, യാതൊന്നില്ല, മെച്ചമുണ്ട് മയ്യിത്തുകാരുമില്ല, മയ്യിത്തും ഖുർആനോദലുമില്ല. സുബ്ഹാനല്ലാഹ് ഒരു പരിപാടിയില്ല. അവിടെ പോയി അൽഹംദുലില്ലാഹ് 25 കൊല്ലം 11 മഹല്ലിൽ സുന്നിക്ക് പള്ളി ഉണ്ടാക്കി, സുന്നിക്ക് മദ്രസ ഉണ്ടാക്കി. നിങ്ങളെപ്പോലത്തെ മുഅ്മിനീങ്ങളൊക്കെ സഹായിച്ചു. വേറെയും കുറെ പള്ളി മദ്രസകളുണ്ടാക്കി. അൽഹംദുലില്ലാഹ് ഞാൻ ചെല്ലുമ്പോൾ കോലക്കോട്ട മുസാജിദ് ആൾ ഒരു പ്രമുഖനായ ആളാണ്, വലിയ തറവാട്ടുകാരനാണ്, വലിയൊരു പ്രമുഖനാണ്. അദ്ദേഹം അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിന്റെ ട്രസ്റ്റ് മെമ്പറാണ്. മരിക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് ആന്തപുരം ഉസ്താദ് പ്രസിഡന്റ്, ഞാൻ ജനറൽ സെക്രട്ടറിയായ സിറാജുദ്ദീന്റെ കീഴിലുള്ള മണ്ണൂർ ജമാഅത്ത് പള്ളിയുടെ പ്രസിഡന്റ് ആയിട്ടാണ് മരിച്ചത്. ഞാനത് പറഞ്ഞു വന്നത് ചീത്ത പറഞ്ഞിട്ടല്ല, തെറി പറഞ്ഞിട്ടല്ല, പരിഹസിച്ചിട്ടല്ല, നിന്ദിച്ചിട്ടല്ല, നല്ല നിലയ്ക്ക് തെളിവ് പറഞ്ഞു. അങ്ങനെയാണ് ജനങ്ങൾ കുറെ പരിഹാസം. മറിച്ച് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വഴി, അതാണ് എസ്എസ്എഫിന്റെ വഴി, അതാണ് മുസ്ലിം ജമാഅത്തിന്റെ വഴി, അതാണ് എസ്എസ്എഫിന്റെ വഴി, അതാണ് നമ്മുടെ പണ്ഡിത സംഘടനയുടെ വഴി. ആ വഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് മുസ്ലിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കും. നാവ് കൊണ്ട് സമരം, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക്. മനസ്സുകൊണ്ട് സമരം ചെയ്തവനും ഒരു മുഅ്മിനാണ്, കൈകൊണ്ട് സമരം ചെയ്തവനൊരു മുഅ്മിനാണ്, നാവ് കൊണ്ട് സമരം ചെയ്തവനൊരു മുഅ്മിനാണ്. മനസ്സുകൊണ്ട് സമരം എന്ന് പറഞ്ഞാലോ, എന്റെ മകൾക്ക് ഞാനൊരു പുത്തൻവാദിയെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കൂല, ഞാൻ ഒരു പുത്തൻവാദിയെ തുറന്ന് നിസ്കരിക്കൂല, ഞാനൊരു പുത്തൻവാദിയെ കണ്ടാൽ അവനെ ബഹുമാനിക്കൂല, ആദരിക്കൂല, അവനവന്റെ വഴിക്ക് ഞാൻ എന്റെ വഴിക്ക്. ഓ സുഹൃത്തുക്കളെ, മനസ്സുകൊണ്ടുള്ള സമരമാണ്. അങ്ങനെയുള്ള മനസ്സുകൊണ്ടുള്ള സമരം ചെയ്താൽ അവനൊരു മുഅ്മിനാണ്. അതുകൊണ്ടല്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ സുന്നിയല്ല
അല്ലാത്തവർക്ക് സലാം പറയേണ്ടതില്ല, മടക്കേണ്ടതില്ലെന്ന് വരെ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയില്ലേ? കാരണം മനസ്സുകൊണ്ടുള്ള സമരമാണ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മിക്കുന്ന മാസമല്ലേ ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ സുന്നത്തി വൽ ജമാഅ. ഈമാനുണ്ടോ സുന്നത്ത് ജമാഅത്ത് പിന്തുടരണം പറഞ്ഞിട്ട് മഹാനവറുകൾ സുന്നത്ത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്, ജമാഅത്ത് സഹാബത്ത് പഠിപ്പിച്ച നടപടിയാണ്. എന്നിട്ട് പറഞ്ഞു ലാ യുകാഫിറു അഹ്ലൽ ബിദഈ, സുന്നി അല്ലാത്തവന് വർധനമുണ്ടാകാൻ കാരണമാകുന്ന ഒരു പ്രവൃത്തിയോ ചലനമോ അടക്കമോ ഒന്നും നടക്കാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു അല്ലാ യുസല്ലിമു അലൈഹിം, സുന്നി അല്ലാത്തവന് സലാമും പറയണ്ട. വലാ യുഹന്നിഹും ഫിൽ അയ്യാദി വഔഖാതി സുറൂരി, സന്തോഷമുള്ള സമയത്ത് സുന്നി അല്ലാത്തവന് ആശംസ പോലും പറയണ്ട. വലാ യുസല്ലി അലൈഹിം ഇദാ മാതു, അവർ മരിച്ചാൽ അവർക്ക് ഫർള് വിശാഫിയായ വീടാൻ വേണ്ടി അവരെ കൂട്ടത്തിൽ തന്നെ നിസ്കരിക്കാൻ ആളുണ്ടാവൂലേ? നിങ്ങൾ പള്ളിയിൽ അവർക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ പോകണ്ട. ഇത്രത്തോളം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? അവിടുത്തെ കിതാബുൽ പുണ്യത്തിൽ പറഞ്ഞില്ലേ? ആ മഹാന്മാരെ പിന്തുടർന്ന് ജീവിച്ച് മരിക്കണേ മുഅ്മിനീങ്ങളെ. അത് പറയാനാണ് എസ്വൈഎസ്, അത് പറയാനാണ് മുസ്ലിം ജമാഅത്ത് മുസ്ലിമീങ്ങളെ ശരിയായ ഇസ്ലാമിൽ വഴി നടത്തി എല്ലാ മതക്കാരോടും സൗഹാർദ്ദത്തിൽ ജീവിക്കുന്നൊരു സമൂഹം, എല്ലാവർക്കും നല്ലത് പറഞ്ഞു കൊടുക്കുന്നൊരു സമൂഹം, എല്ലാവരോടും കാണിക്കേണ്ട അതിന് പാലിച്ച് ജീവിക്കുന്നൊരു സമൂഹം. നാവിൽ ചീത്ത വാക്കുകളില്ല, തെറിവാക്കുകളില്ല. ജനങ്ങൾക്ക് സാന്ത്വനത്തിന്റെ പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് നല്ല നല്ല വാക്കുകൾ, നല്ലത് മാത്രം പറയുന്ന, ആഖിറത്തിലെത്തുമ്പോൾ നന്മയുടെ ത്രാസിൽ തൂക്കം കിട്ടുന്ന വലത്തും ഇടത്തുമുള്ള മലക്കുകൾക്ക് നന്മ മാത്രം എഴുതാൻ റൂട്ടുകൾ കിട്ടുന്ന, കിതാബുകൾ കൊടുക്കപ്പെടുന്ന വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്ന, സിറാത്ത് പാലത്തിന്റെ മേലെ കടന്നു പോകുമ്പോൾ സന്തോഷത്തോടെ കടന്നു പോകുന്ന, പടച്ചവന്റെ സ്വർഗത്തിലെത്തുന്ന മുഅ്മിനീങ്ങളെ വാർത്തെടുക്കുക. അതിനാണ് മുസ്ലിം ജമാഅത്ത്, അതിനാണ് എസ്വൈഎസ്, അതിനാണ് എസ്എസ്എഫ്. അതിലോടി അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കണേ ചെറുപ്പക്കാരെ, അടിയുറച്ച് പ്രവർത്തിക്കണേ കാരണവന്മാരെ, എസ്എസ്എഫിൽ അടിയുറച്ച് പ്രവർത്തിക്കണേ വിദ്യാർത്ഥികളെ, അവരോട് നന്നായി സഹകരിക്കണേ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹു നമ്മെ എല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെച്ച്, അമ്പിയാക്കളെ ഔലിയാക്കളെ പ്രിയം വെച്ച് ആഖിറം രക്ഷപ്പെടണമെന്ന ചിന്തയിൽ ഈ ദുനിയാവല്ല ജീവിതം, ഇത് ജീവിതത്തിലൂടെയുള്ള ഒരു യാത്ര മാത്രമാണെന്ന ബോധത്തോടെ യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറാ وما عملت من سوء تبد لو أن بينها وبينه أمدا بعيدا. ഓരോരുത്തരും ചെയ്തത് ഹാജരാക്കപ്പെടുന്ന ഒരു ദിവസം, നല്ലത് ചെയ്തവൻ സന്തോഷിക്കുന്ന ഒരു ദിവസം, തെറ്റ് ചെയ്തവനാ തെറ്റും ഞാനും തമ്മിൽ വലിയ അകൽച്ച ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്നൊരു ദിവസം. ആ ദിവസത്തേക്ക് ഈ പാവപ്പെട്ടവൻ യാത്രയിലാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങളും ആ യാത്രയിലാണ് മുസ്ലിമീങ്ങളെ. ആ യാത്രയെ കുറിച്ച് ചിന്തിക്കാതെ, എത്തിച്ചേരാനുള്ള സ്ഥലത്തെ കുറിച്ച് ബോധമില്ലാതെ ഏതെങ്കിലും കക്ഷികൾ ചെയ്യുന്നത് പോലുള്ള പ്രവർത്തനങ്ങളോ ചിന്തകളോ നയങ്ങളോ നമുക്കുണ്ടാകാൻ പാടില്ലെന്ന് എല്ലാ മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും ഓർമ്മപ്പെടുത്തി, ഏത് കാര്യം പറയുമ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും എന്റെ രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബ് അത് ഇഷ്ടപ്പെടുമോ? റബ്ബിന്റെ അടുക്കൽ എനിക്ക് പ്രതിഫലം കിട്ടുമോ, അല്ലെങ്കിൽ എനിക്ക് ശിക്ഷ കിട്ടുമോ എന്ന ബോധത്തോടെ ജീവിക്കണമെന്ന് എന്റെ അമ്മാറത്താകുന്ന നഫ്സിനോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ.
അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ ഞങ്ങളെ മജ്ലിസുകൾ നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സുന്നി സെന്ററിന്റെ ആവശ്യത്തിലേക്ക് കഴിയുന്ന സഹായം നൽകണം എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ സംഘാടകർ പറഞ്ഞു. ഞാൻ സദഖയെക്കുറിച്ച് വഅദ് പറഞ്ഞാൽ സമയം അങ്ങനെ അങ്ങ് പോയി പോകും. അതുകൊണ്ട് അതിനെക്കുറിച്ച് വഅദൊന്നും പറയുന്നില്ല. എനിക്ക് വേറൊരു പരിപാടി വളരെ ദൂരെ പങ്കെടുക്കേണ്ടതും ഉണ്ട്. SVSന്റെ സാദര പ്രവർത്തനങ്ങളൊക്കെ അതും നടക്കുന്നുണ്ട്. അല്ലാഹു തആല എല്ലാം വിജയിപ്പിച്ചു തരുമാറാകട്ടെ. നല്ല സംഭാവനകൾ എല്ലാവരും കൊടുക്കണം. നിങ്ങളുടെ സംഘാടകർ നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല സംഭാവന കൊടുക്കണം. അവരൊരാൾ കഴിയുന്നത് കൊണ്ടുവരാൻ കഴിയുമെങ്കിലും കൊണ്ടുവരുന്നതിന് കുഴപ്പമൊന്നുമില്ല. സമയമില്ലാത്തതുകൊണ്ട് വളരെ തളരെ പോവുകയും വേണം. അല്ലാഹു തആല നമ്മുടെ അമലുകളൊക്കെ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിൽ, താജുൽ ഉലമയുടെ പേരിൽ, അവേലത്തുകളുടെ പേരിൽ, നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ സാദാത്തുകളുടെയും ആലിമീങ്ങളുടെയും നമ്മളെ ഉമ്മബാപ്പമാർ, ഞാനിവിടെ വന്നപ്പോൾ നേരത്തെ മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ പിതാവിനെ കണ്ടു. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ കൊല്ലത്തുകാരൻ ഇബ്രാഹിം റാജി വളരെയേറെ സഹായം അബൂദാബിയിൽ ചെയ്ത ആളായിരുന്നു. അല്ലാഹു തആല അവരിൽ മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങളെ ഖബറും സന്തോഷത്തിലാക്കട്ടെ. നൂറുൽ ഉലമയുടെ ആണ്ട് നടക്കുന്ന സമയമാണ്. ജാമിയ സയ്യിദ് സമ്മേളനം നടക്കുകയാണ്. 10-ാം തീയതി മുതൽ 23 വരെ കഴിയുന്ന ആളുകൾക്ക് ജാമിയ സയ്യിദിൽ പോകണം. അതുപോലെ നമ്മുടെ ആലിമീങ്ങളിൽ എല്ലാവർക്കും വേണ്ടിയും നമ്മുടെ സയ്യിദന്മാരും എല്ലാവർക്കും വേണ്ടിയും നമ്മൾ ദുആ ചെയ്യണം. നമുക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ ദുആ ചെയ്യണം. മരിച്ചുപോയവരൊക്കെ നമ്മളെപ്പോഴും ഓർമ്മിക്കണം. അതാണ് സുന്നത്ത് ജമാഅത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബിയെ ഓർമ്മിച്ച് മദ്ഹ് പറയുകയും ഖദീജ ബിയുടെ പേരിൽ ഭക്ഷണം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ സുന്നത്ത് ജമാഅത്ത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവനകൾ തരണം. എൻ്റെ ഫാത്തിഹ ഓതണം. എന്നിട്ട് പിന്നെ അവിടെ തന്നെ പോയി ഇരിക്കണം. പരിപാടി ഇവിടെ തീരുന്നില്ല. പരിപാടി ഞാൻ ഉദ്ഘാടനം കഴിഞ്ഞാൽ പരിപാടി അങ്ങോട്ടാണ്. ഉദ്ഘാടനം തന്നെ പരിപാടി തുടങ്ങിക്കൊടുക്കുക. അതുകൊണ്ട് പരിപാടി കഴിഞ്ഞിട്ട് എല്ലാവരും പോകും. എനിക്ക് വേറെ സ്ഥലത്ത് പോകാൻ നിങ്ങൾക്ക് പോകാനില്ല. അതുകൊണ്ട് എല്ലാവരും അവിടെ തന്നെ പോയിട്ട് ഇരിക്കുകയും എല്ലാവരും ഫാത്തിഹ അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുകൊണ്ട് ചെയ്താ എല്ലാവരും നല്ല സംഭാവന, നല്ല ചുവന്ന നോട്ടായിരുന്നു, മഞ്ഞ നോട്ട്, തീരെ കഴിവില്ലാത്തവർ നീല നോട്ടുകളുണ്ട്. അങ്ങനെ എല്ലാവരും നല്ല സംഭാവന അവരുടെ കഴിവനുസരിച്ച് നമ്മൾ ഈ ഹിമ്മത്തുകളൊക്കെ എന്നും നിലനിൽക്കുന്ന കാര്യമായ പലരും ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും വലിയ അല്ലാഹു തആല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صلى الله على محمد صلى الله عليه وسلم. 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 اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين ومن اقتدى
എസ്എഫും എസ്ബിഎസും ഞങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. പലരും പകർച്ച തന്നവരുണ്ട്, ഇവിടെ സദഖകൾ നൽകിയവരും നീ സ്വീകരിക്കണം റഹ്മാനേ. അവരുടെയും ഉദ്ദേശിച്ച എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണം റഹ്മാനേ. ആർക്കും രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാൻ. ആര് മരിച്ചു പോയിട്ടുണ്ടോ അവരുടെ എല്ലാ ഓതിയതിന്റെ പ്രതിഫലം പോലെ ഒന്ന് എത്തിക്കണം റഹ്മാനേ. ഞങ്ങൾ മരണപ്പെട്ടു പോയ നേതാക്കളുടെ സൈന്യന്മാരെ പ്രവർത്തകന്മാരെ എല്ലാവരുടെ ഖബറിലും സന്തോഷം വർദ്ധിപ്പിക്കണേ റഹ്മാനേ. അവരുടെ ഖബറുകൾ വിശാലമാക്കണേ റഹ്മാനേ. ഞങ്ങളുടെ ഉമ്മളാപ്പമാര് ബന്ധപ്പെട്ടവരാര് മരിച്ചുപോയോ അവരുടെ എല്ലാ ഖബറിൽ സന്തോഷം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ മജ്‌ലിസുകളും സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളും മജ്‌ലിസുകളുമാക്കണം റഹ്മാനേ. സിറാജ് ബായിലേക്ക് നേർച്ചകളും സദഖകളും നമ്മൾ 10,000 പല സ്ഥലത്തുണ്ട്. അവരെ ഖൽബിൽ ഉദ്ദേശിച്ച് കൊടുക്കണേ റഹ്മാനേ. ആർക്കെന്ത് പ്രശ്നം വിദേശത്തുണ്ടോ നാട്ടിലുണ്ടോ നീ പരിഹരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ ആര് ഗർഭിണികളുണ്ടോ നീ സലാമത്ത്